കൊല്ലന്തോറും നടത്തി വരാറുള്ള സ്ഥാപക ദിനാഘോഷമാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. എല്ലാ മാന്യാതിഥികൾക്കും സ്വാഗതം. നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ സൈലൻറ്റ് മോഡിലേക്ക് മാറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. യോഗം ആരംഭിക്കുകയാണ്. വിശിഷ്ടാതിഥികളെ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ബഹുമാനപ്പെട്ട MLA പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ, മുൻ ജാർഖണ്ഡ് ഗവർണറും മുൻ ഇന്ത്യൻ ക്യാബിനറ്റ് സെക്രട്ടറിയുമായ ശ്രീ പ്രഭാത് കുമാർ IAS റിട്ടയേർഡ്, ചീഫ് ഓഫ് ബ്യൂറോ ഡൽഹി ഫ്രണ്ട് ലൈൻ സീനിയർ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, പ്രശസ്ത നാടകകൃത്ത് ശ്രീ ഓം ചേരി NN പിള്ള, ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ PM വാര്യർ, ആര്യവൈദ്യശാല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ GC ഗോപാലപിള്ള, ആര്യവൈദ്യശാല ജോയിൻറ്റ് ജനറൽ മാനേജർ ശ്രീ P രാജേന്ദ്രൻ എന്നീ മാന്യ വ്യക്തികളെ ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അധ്യക്ഷൻ്റെ അനുവാദത്തോടെ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥന ശ്രീ കോട്ടയ്ക്കൽ നാരായണൻ. ശംഖം ചക്രം ജളൗകാം ദധതമൃതകുംഭം ചാരുദോർഭിച്ച ദുർഭി സൂക്ഷ്മസ്വച്ഛാദിഹൃദ്യാം ശുഗപരിവിലസൽ മൗലിമം ഭോജനേത്രം കാളാംഭൂതോജ്വലാംഗം കടിതടവിലസൽ ചാരുപീതാംബരാഢ്യം വന്ദേ ധന്വന്തരിം തം നിഖിലഗതവന പ്രൗഢദാവാഗ്നി നീലം. സ്വാഗത പ്രസംഗത്തിനായി മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ PM വാര്യർ അവറുകളെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് വന്ദനം. ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ വൈദ്യരത്നം PS വാര്യരുടെ മഹിതമായ സ്മരണയെ ആദരിക്കുന്നതിനും കേരളീയ സാമൂഹിക സാംസ്കാരിക വ്യാവസായിക ആയുർവേദ വൈദ്യ വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹം നൽകിയ മഹത്തായ സംഭാവനകളെ ഓർമ്മിക്കുന്നതിനുമാണ് എല്ലാ വർഷവും സ്ഥാപക ദിനാഘോഷം നടത്തിവരുന്നത്. ജീവിച്ചിരുന്ന കാലത്തും അതിന് ശേഷവും സമൂഹമാകെ പ്രകാശം പ്രസരിപ്പിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ കർമ്മരംഗങ്ങളും ജീവിതവും നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് സുവ്യക്തമായി ബോധ്യപ്പെടും. അതായത് വൈദ്യരത്നം ജീവിച്ചത് കാലത്തിനൊപ്പം മാത്രമായിരുന്നില്ല, കാലത്തിന് മുൻപേയും കാലാധിപത്യയായും ജീവിക്കുക എന്ന അസുലഭത സാക്ഷാത്കരിക്കുകയായിരുന്നു അദ്ദേഹം. പതിറ്റാണ്ടുകളായി സ്ഥാപക ദിനാഘോഷങ്ങളുടെ നടത്തിപ്പിൽ നിറഞ്ഞ സാന്നിധ്യമായി നിലകൊണ്ട കുട്ടിമാൻ്റെ ഡോക്ടർ PK വാര്യരുടെ അഭാവത്തിലാണ് ഈ വർഷത്തെ സമ്മേളനം നടക്കുന്നത്. ശാരീരികമായി അദ്ദേഹം നമ്മോടൊപ്പം ഇല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. കുട്ടിമാൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിൽ
ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വൈദ്യരത്നം PS വാരിയരുടെ ചരമദിനമായ ജനുവരി 30-ാം തീയതിയാണ് സാധാരണയായി സ്ഥാപക ദിനാഘോഷം നാം നടത്തിവരാറുള്ളത്. എന്നാൽ ഈ വർഷം ജനുവരി മാസത്തിൽ ഒമിക്രോൺ രോഗഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ സർക്കാരുകൾ ഏർപ്പെടുത്തിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സ്ഥാപക ദിനാഘോഷവും നീട്ടിവെക്കുവാൻ നാം നിർബന്ധിതരാവുകയായിരുന്നു. എന്തായാലും COVID-19 വ്യാപനം കുറേയേറെ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ച ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സ്ഥാപക ദിന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന സന്തോഷകരമായ കൃത്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. സാംസ്കാരിക രംഗം, രാഷ്ട്രീയ രംഗം, ഭരണനിർവഹണ മേഖല, ധൈഷണിക മേഖല എന്നിവിടങ്ങളിൽ സുവ്യക്തമായി മുദ്ര പതിപ്പിച്ച ഏതാനും സുമനസ്സുകളുടെ പങ്കാളിത്തം ഈ സമ്മേളനത്തെ സമ്പുഷ്ടമാക്കും എന്നത് തീർച്ചയാണ്. ഇന്നത്തെ സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകളാണ്. മാധ്യമപ്രവർത്തക, പ്രഭാഷക, വനിതാ മേഖലയിലെ സാമൂഹിക പ്രവർത്തക എന്നിങ്ങനെ ബഹുമുഖമായ കർമ്മരംഗങ്ങളിൽ സജീവമായ സാന്നിധ്യമാണ് അവരുടേത്. ട്യൂബർക്കുലോസിസ് രോഗത്തെ നിയന്ത്രിക്കുന്നതിൽ മികച്ച പ്രവർത്തനം നടത്തിയതിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുരസ്കാരം കേരള സർക്കാരിന് ഈ അടുത്ത കാലത്താണ് ലഭിച്ചിട്ടുള്ളത്. മാതൃകാപരമായ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ശ്രീമതി വീണ ജോർജ് അവർകളാണ്. ബഹുമാന്യയായ ശ്രീമതി വീണ ജോർജിന് ആര്യവൈദ്യശാല പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അവർകളാണ്. ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണർന്ന മനസ്സോടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധിയാണ് അദ്ദേഹം. ആര്യവൈദ്യശാലയുടെ ഉറ്റ സുഹൃത്തായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്ഥാപക ദിന സമ്മേളനത്തിൽ പങ്കെടുത്ത് സ്ഥാപക ദിന പ്രഭാഷണം നിർവഹിക്കുന്ന മുഖ്യാതിഥി ശ്രീ പ്രഭാത് കുമാർ IAS റിട്ടയർഡ് അവർകളാണ്. ജാർഖണ്ഡ് സംസ്ഥാനത്തെ മുൻ ഗവർണറും ഇന്ത്യൻ ക്യാബിനറ്റ് സെക്രട്ടറിയുമായി ഭരണനിർവഹണ രംഗത്ത് സ്തുത്യർഹമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഭരണത്തെക്കുറിച്ചും ഭരണനിർവഹണ രംഗത്തെക്കുറിച്ചും സമൂഹത്തെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ IC സെൻറ്റർ ഓഫ് ഗവേണൻസിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ശ്രീ പ്രഭാത് കുമാർ. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓൺ ബിഹാഫ് ഓഫ് ആര്യവൈദ്യശാല, I cordially welcome our chief guest, Sri Prabhat Kumar, IAS, former governor of the state of Jharkhand and former secretary to the Cabinet of India and President IC Center for Governance to this auspicious occasion. സ്ഥാപക ദിന സമ്മേളനത്തിലെ സവിശേഷവും മൗലികവുമായ പരിപാടിയാണ് വൈദ്യരത്നം PS വാരിയർ സ്മാരക പ്രഭാഷണം. ഈ വർഷത്തെ സ്മാരക പ്രഭാഷണം മഹാമാരിക്കാലം തേടുന്ന ബഹുമുഖ ആധുനികതയും നവീന വികസന വഴികളും എന്ന വിഷയത്തെ അധികരിച്ചാണ് നിർവഹിക്കപ്പെടുന്നത്. വിഷയം അവതരിപ്പിക്കുന്ന ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ പ്രശസ്തനായ മാധ്യമപ്രവർത്തകനും സാമൂഹിക സമസ്യകളെ വിശകലനം ചെയ്യുന്ന സൂക്ഷ്മദൃക്കുമായ നിരീക്ഷകനാണ്. വ്യത്യസ്ത കാലങ്ങളിൽ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്ത് പൊതുജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി സമകാലിക ലോകം ശ്രദ്ധാപൂർവം കാതോർക്കുന്നുണ്ട്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനെ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. സ്ഥാപകൻ ലോകത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുമുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ഓംചേരി NN പിള്ള അവർകളാണ്. അധ്യാപകൻ, നാടകകൃത്ത്, ഗ്രന്ഥകാരൻ എന്നിങ്ങനെ ബഹുമുഖമായ കർമ്മരംഗങ്ങളിൽ സജീവമായ സാന്നിധ്യമാണ് ശ്രീ ഓംചേരിയുടേത്. നാടകരചനയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെയും ആത്മകഥാരചനയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും പുരസ്കാര ജേതാവാണ് അദ്ദേഹം.
ആകസ്മികം എന്ന ശീർഷകത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ തലമുറകളെ പ്രചോദിപ്പിക്കുന്ന വഴിവിളക്കുകളായി നിലകൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ്. സമാദരണീയനായ ശ്രീ ഓംശ്ശേരി NN പിള്ളയെ ഈ സമ്മേളനത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ ആമുഖ ഭാഷണം നിർവഹിക്കുന്നത് ആര്യവൈദ്യശാല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ GC ഗോപാലപിള്ള അവർകളാണ്. അദ്ദേഹത്തെ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. വൈദ്യരത്നം PS വാര്യരുടെ 150-ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ സ്മാരക ഗ്രന്ഥം ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. 2 ഭാഗങ്ങളിലായി 500ഓളം പേജുകളുള്ള ഈ ഗ്രന്ഥത്തിൽ വൈദ്യരത്നത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളും ചരിത്രാംശങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ 2 പുസ്തകങ്ങൾ കൂടി ഈ സമ്മേളന വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നുണ്ട്. സംഗീത നാടകങ്ങളുടെ രചയിതാവും പ്രോത്സാഹകനും ആയിരുന്നുവല്ലോ PS വാര്യർ. ഈ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ വിലയിരുത്തുന്ന പുസ്തകമാണ് ഡോക്ടർ NBG എഴുതിയ കേരളീയ ദൃശ്യവേദിയും PS വാര്യരുടെ സംഗീത നാടകങ്ങളും. ആസ് മെമ്മറി അൺഫോൾഡ്സ് എ ബുക്ക് ഓൺ ഡോക്ടർ PK വാര്യർ എന്ന പുസ്തകം ഡോക്ടർ PK വാര്യരെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പൗത്രനായ വിവേക് വിജയൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ്. ശ്രീ ഡോക്ടർ NBG, ശ്രീ വിവേക് വിജയൻ എന്നിവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർ 2 പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്ഥാപക ദിന സമ്മേളനത്തോട് അനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരങ്ങൾ, സ്കോളർഷിപ്പുകൾ, എൻഡോമെൻറ്റ് പ്രൈസ് എന്നിവ സ്വീകരിക്കുന്നതിനായി എത്തിച്ചേർന്ന ഗവേഷകർ, PG വിദ്യാർത്ഥികൾ എന്നിവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ കൃതജ്ഞത പറയുന്ന ജോയിൻറ്റ് ജനറൽ മാനേജർ കോർപ്പറേറ്റ് അഫയേഴ്സ് ശ്രീ രാജേന്ദ്രനെ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. ഓരോ വർഷത്തെയും സ്ഥാപക ദിന സമ്മേളനം വൈകാരികവും സ്നേഹപൂർണവുമായ ഒരു അനുഭവമാണ്. ദീർഘകാലം സ്ഥാപനത്തെ സേവിച്ചതിന് ശേഷം വിശ്രമജീവിതം നയിക്കുന്ന മുൻകാല ജീവനക്കാർ, ഇപ്പോൾ ജോലി ചെയ്തിരിക്കുന്ന ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും, ആര്യവൈദ്യശാലയുടെ അവിഭാജ്യ ഘടകമായ അംഗീകൃത ഡീലർമാർ, ഇവരെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ആര്യവൈദ്യശാലയുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, കോട്ടയ്ക്കൽ പ്രദേശത്തെ വ്യാപാരികൾ എന്നിവർക്കും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ പ്രവർത്തകർ എന്നിവർക്കും സ്വാഗതം പറയുന്നു. കോവിഡ് മഹാമാരിയുടെ തീവ്രത കുറേയൊക്കെ ശമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം മുൻപോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാമാരികളും വെള്ളപ്പൊക്കവും സാമൂഹികമായ അസ്വസ്ഥതകളും നമ്മുടെ നാടിനെ പിടിച്ചു കുലുക്കിയ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ സ്ഥിതപ്രജ്ഞതയോടെയും അഗാധമായ മാനവികതയോടെയും നിലകൊണ്ട ചരിത്രമാണ് വൈദ്യരത്നത്തിൻ്റേത്. സമാനമായ മറ്റൊരു കാലത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ വൈദ്യരത്നത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നത് ശുഭകാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി സർ. ഓൺലൈനായിട്ടാണ് ഈ സ്ഥാപക ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് നിർവഹിക്കുന്നത് കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകളാണ്. ശ്രീമതി വീണ ജോർജിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനായ MLA ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ, ഡോക്ടർ PM വാര്യർ, ഡോക്ടർ ഗോപാലപിള്ള, ശ്രീ പ്രഭാത് കുമാർ IAS, ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ശ്രീ ഓംശ്ശേരി, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ സ്ഥാപകൻ വൈദ്യരത്നം ഡോക്ടർ PS വാര്യർ സാറിൻ്റെ സ്മരണ പുതുക്കുന്നതിനും ധന്യമായ ആ ജീവിതത്തിനും പ്രവർത്തനത്തിനും മുന്നിൽ ആദരമർപ്പിക്കുന്നതിനുമാണ് ഈ സ്ഥാപക ദിനത്തിൽ നമ്മളേവരും സമ്മേളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഹൃദയപൂർവ്വം നന്ദിയും അറിയിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ, അതോടൊപ്പം തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഒരു വലിയ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ വലിയൊരു പ്രതീകമാണ് കോട്ടയ്ക്കൽ ആയുർവേദ വൈദ്യശാലയും അതോടൊപ്പം തന്നെ PS വാര്യർ സാർ. അറിവ് സാർവത്രികമാണ്, അതെല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ മതവിഭാഗങ്ങളിലുമുള്ളവർക്കും
ഒരു വ്യത്യാസങ്ങളുമില്ലാതെ, മതപരവും ജാതീയവും സാമുദായികമായ വ്യത്യാസമില്ലാതെ അറിവ് പകർന്നു നൽകണമെന്നുള്ള വലിയ ദീർഘവീക്ഷണത്തോടുകൂടി, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത വീക്ഷണത്തോടുകൂടി, സാമൂഹ്യ വീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഒരു ഇടപെടലാണ് വാര്യർ സാർ കാലഘട്ടത്തിൽ നടത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് പ്രവേശനം നൽകുകയും അതോടൊപ്പം തന്നെ സ്റ്റൈപ്പൻഡ് നൽകി സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി പണം നൽകി സഹായിച്ചുകൊണ്ട് സ്റ്റൈപ്പൻഡ് നൽകിക്കൊണ്ടുള്ള വലിയ മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടലുകൾ അക്കാലത്ത് നടത്തി എന്നുള്ളത് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ വലിയ രീതിയിൽ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആദരവ് ജനിപ്പിക്കുന്നതാണ്. ആയുർവേദത്തെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഡോക്ടർ പി കെ വാര്യരെ ഈ അവസരത്തിൽ ആദരപൂർവ്വം അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണകളിൽ നമ്മളേവരും പ്രചോദരാകട്ടെ എന്നും ആശംസിക്കുന്നു. ആയുർവേദത്തിന് അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഉള്ളത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ആയുർവേദത്തിന് സവിശേഷമായ സ്ഥാനമുണ്ട്. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് ആയുർവേദത്തിനുണ്ട്. വലിയ സംഭാവനകൾ ആയുർവേദത്തിന് ചെയ്യാൻ കഴിയും. ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിൽ ചിട്ടകൾ, ശീലങ്ങൾ, അത് പ്രകൃതിയോട് ഇണങ്ങി തന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിൽ ആയുർവേദമാണ് ഏറ്റവും മികച്ച നമുക്ക് മുന്നോട്ടൊരു ശാസ്ത്രം എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് എന്നുള്ളത് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം, നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സ്ഥാപനമാണ് കണ്ണൂരിലെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ ഒരു ആയുർവേദ ഗവേഷണ കേന്ദ്രമായി ഇതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും അതിന് ഉണ്ടാകണം, പങ്കാളിത്തവും ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വാര്യർ സാറിന്റെ കാലശേഷം, വൈദ്യരത്നത്തിന്റെ കാലശേഷം സ്ഥാപനങ്ങൾ എങ്ങനെ നടക്കണമെന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ ദീർഘവീക്ഷണമുണ്ടായിരുന്നു, ഒരു ദിശാബോധമുണ്ടായിരുന്നു, വ്യക്തമായ ദിശാബോധമുണ്ടായിരുന്നു. ഏറെ ക്ലേശങ്ങൾ സഹിച്ചു കെട്ടിപ്പടുത്ത സ്ഥാപനം അത് അഭിവൃദ്ധിപ്പെടണമെന്നുള്ള ശക്തമായിട്ടുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആയുർവേദശാലയുടെ പുരോഗതിയുടെ സത്ഫലങ്ങൾ സമൂഹത്തിനാകെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ, സ്ഥാപന ലക്ഷ്യങ്ങൾ അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിന്റെ ഓരോരുത്തരുടെയും ആ സ്വപ്നം പങ്കുവയ്ക്കുകയും അതിനൊപ്പം തന്നെ അതിന് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും സർക്കാർ തലത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ള കാര്യം ഇത്തവണ ഈ അവസരത്തിൽ പ്രത്യേകമായി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കോട്ടയ്ക്കൽ ആയുർവേദശാല പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന പാതയും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ മാതൃകാപരമാണ്. സമൂഹവുമായി ചേർന്നുകൊണ്ട് മഹത്തായ നിരവധി പ്രവർത്തനങ്ങളാണ് ആയുർവേദശാല ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നത്. ഈ വർഷത്തെ സ്ഥാപക ദിനാഘോഷം നിങ്ങൾ ഏവരുടെയും അനുമതിയോടുകൂടി ഈ അവസരത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. ആര്യവിദ്യശാല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ GC ഗോപാലപിള്ള അവർകളെ ആമുഖ ഭാഷണത്തിനായി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. Respected Chairman of the meeting and MLA, Professor Abid Hussain Tangal, our beloved Managing Trustee Dr. PM Warrior, Srimati Veena George in online, Honorable Minister, my own elder brother status, Sri Prabhat Kumar ji, Mr. Venkatesh Ramakrishnan, Sri Om Cheri N.N. Pillai, Mr. Rajendran, our colleague, and most respected, beloved friends in the audience, maybe in the online also. As an introductory address, I was thinking I would have been more comfortable in Malayalam,
but then our esteemed guests also there, I should do justice to that. Hence, let me speak a few words in English. The time allotted to me is around 15 to 20 minutes. Let me try to do justice to comprehend certain ideas on human aspects or human relations, whatever you call it. Let me dwell upon the subject when we talk about human values. The first thing come to my mind is some sort of a resistance to change which is coming among anybody, anyone, any human being. There is nothing novel about resistance to change because it was there from time immemorial. Even you look at the history. What happened to Galileo? When he wanted to say that the stars, the heliocentric theory, he was under heavy torture to renounce that theory. He was tortured very badly. Science, the modifications, the reformation, the transition, there was a resistance. Come back to Socrates in Greece. He was charged with a big allegation that he is misguiding the youth, and the punishment was he was poisoned to death. There can be any number of examples like that. There is a resistance to change, so which is been in the history all along. It is in this context that we think about the great founder whose far-sightedness made this organization into a great success. 120 years journey, not a very simple thing. Imagine for a moment the year 1900 to 1902. I was discussing with Dr. Balachandran a little while ago on this period. The age-old tradition of indigenous medicine was under severe attack from several quarters, especially the colonial British. They, in their eagerness to assert the supremacy of Western science, I don't want to say Western medicine, but Western science. If I say Western medicine, some people raise their eyebrow and there will be criticism, but Western science. The colonial autocrats, they resisted the growth of indigenous medicine, which is Bharatiya Chikitsa Ridi. So the native values they wanted to suppress. They even delegitimize the authenticity of Indian systems of medicines. Yes, we have certain problems like ignorant doctors, stagnant knowledge, and non-availability of quality medicines. But that may not be a reason to challenge the age-old proven system of Ayurvedic medicine. Here comes the great role played by Dr. P.S. Warrier. He organized his fellow physicians, installed confidence in them. He was leading the Ayurveda physicians in that period for creative introspection based on their own experience. Coming to the management part of running the Adi Vaidya Shala, it was always felt that Dr. P.S. Warrier's basic foundation for working was based on human values. Irrespective of religion or caste, he loved human beings and the nature as equally. This is the context I wanted to think about the human side of management as also humanity. Look at India. I don't know whether I am fit enough to speak on this because Sri Prabhat Kumar, the president of the Center of Governance, who used to spread the message
in this line or similar lines or different lines. So I may not be in a fitness of things to talk about it. However, look at India, the treasure house of spirituality of the world. I always used to lament what is happening to our great country, what we are seeing around the whole country today. What is the root cause of these problems what we are facing? More than half of our population, that is over 600 million, yet sunk in poverty, ignorance, squalor, and suffering. Why so? Why science and technology, which has not achieved in our country the miracle that happened in Western countries? What happened in India? Why did the blessings of science not flow from the scientist and his laboratory to the mass of the people in a big way? The whole Indian should think what is going wrong. Unfortunately, we all wanted independence. After independence, we divorced our education. This is the root cause of the problem. What is happening in the LKG class, even before? Politics and administration was the most important thing, as we are seeing now. We divorced our education, politics and administration from the humanistic impulse. And so these lost the capacity to alleviate the human sufferings. This is a situation in which we have been put. The deplorable situation of education, I mentioned right from the KG class. Certain things are forgotten. Honesty and integrity. No class, not even home, this is being talked about it. How you make money? What is the religion? What is your friend's caste? This is the order of the day today. The parents are mostly responsible for this. Then how do we expect the society to improve? What is the solution for this? Certain things are forgotten. Respect, kindness, the value of justice. Where is it now? There is a difference between intellectual education and value-based education. Intellectual education touches the brain. Value-based education touches the heart. What do we want? In front of the tuition centers, queue, students are dropped in the car. I have seen in a village where there's a big tuition center, popular man. Hundreds of cars in the evening, the traffic block. Otherwise, in the road is only 1 or 2 cars a day. What is happening to us? So the intellectual education has taken supremacy over the value-based education. So nobody wants the value-based education. This is the issue today. I just wanted to I always used to take a letter from Abraham Lincoln to the school teacher. His child was about to send to the school. He wrote a very touching letter. Every parent should read it again and again and again, irrespective of the age. My son starts school today, and I wish you could treat him gently. So, dear teacher, will you please take him by his hand and teach him things he will have to know, but gently if you can. He will have to know that all men are not just. He should see the other side. Not everything is in a Sattviga guna. The other side also should learn. Tell him the world is not fully just. He should understand that all men are not true also. You have to tell him. He should understand.
But teach him also that for every scoundrel, there is a hero. That for every crooked politician, there is a dedicated leader. You should understand both. Teach him, if you can, that 10 cents earned by hard work is far more than $1 or $2 otherwise you are finding. No lottery. You have to work hard and earn even 10 cents. That has a value. In school, my dear teacher, it is far more honorable to fail than to cheat. Teach him to learn how to gracefully lose and enjoy winning when he does win. Teach him to be gentle with people, tough with tough people. He should learn that also. Steer him away from the envy if you can. Teach him the secret of quiet laughter. It is not a morose, rigid pattern of life. Tell him how to laugh. Teach him, if you can, how to laugh when he is sad. Teach him there is no shame in tears. Teach him there can be glory in failure and despair in success. Teach him also to scoff off. Nothing to worry of the cynics in front of him. That he should learn. Teach him also, if you can, the wonders of books. Teach him to have the learning of the nature. Teach him also faith in his own ideas. Very important. Let him bring forth ideas. Even if everyone they are wrong, let him stand on his own foot, saying that this is right. Try to give my son the strength. It's very important. Not to follow the crowd when everyone else doing it. If he is conscious about his decision, how many people can do this? Many people think that unless you go for the materialistic pleasure, what are you going to do? Yes, your conscience. Can we give importance to our own conscience? Or to go behind the materialistic pleasures? Teach him also to filter all that hears on a screen of truth and take only the good that comes through. Teach him to sell his talents, and very important. Teach him also to sell his talents and brains to the highest bidder. You take your money because you have acquired knowledge. Don't hesitate. The highest bidder, but never put a price tag on his heart and soul. I think that is the great lesson our founder told us probably. Teach him to have sublime faith in himself, because then he will always have sublime faith in mankind, in God also. Anyway, while speaking about Abraham Lincoln's letter, I remember certain few Sanskrit lines which has been inscribed maybe 400 BC. This used to come in the Malayala Rajyam newspaper in my school classes, in my early school classes. Ninnandu neeti nipuna yedivastuvantu Lakshmi sama vishadu gachadu va yadheshtam Addeva va maranavastu yugantareva Nyayat pada pravichalandi padam nathira. It means any diplomat or legal expert or nayago vidathar, let them praise me or condemn me. I don't mind. Even if Lakshmi Devi, the goddess of wealth, let her come and abandon me. My death
Let it happen today or tomorrow after a century. But however, the real heroes never bother and will not deter from their principled path. Last one, Nyayat Patha Pravichalanti Padam Nathira. Thiranmar never does that. So this is a great lesson. I mean, coming back to the situation, I remember when I invited Dr. APJ Abdul Kalam, he was repeated in the Loyola School Trivandrum. He was telling the students, and some student asked, how do we contain corruption in our country? He looked at him for a moment, thought for a while. This happened in some other school in North India also. He said, this is a public school. Please understand that very few people have the opportunity to learn a public school like this. You have been empowered by your parents to come to this public school. Most of these people coming either the school bus or car. All facilities you are enjoying, which 99% of the youngsters in this country is unable to afford. Your question was how to contain corruption. You go and tell your father, whether he is a bureaucrat or industrialist or whosoever may be, if you are making money through wrong practices, I don't want your car, I don't want your dress, I don't have any luxury. If you are making your money through legal means only, I want this. Because every parent saying that I am doing little bit corruption here and there for taking care of my family. Can you say this? He asked the students. That was a wonderful message I thought of repeating it here. Now let us glimpse through another 5 minutes. Let me glimpse through the system of administration. What makes a static system of administration management dynamic is the human orientation. There the heart is touched, not mere intellect. It is when heart responds to heart. Look at the files lying in the secretariat. 1 year, 2 years, even our Ayush programs, how many months it is lying? 45 years of my experience in public sector. Earlier, my dear brother Mr. Prabhat Kumar was pointing to me, you are a public sector man. Yes, we have the experience of files pending in the secretariat. Years, months, never come back. If the person, whether it is a secretary or a clerk, who is handling the gratuity, pension, ESA, whatever subject of the poor fellow who is sitting far and near, if the heart responds to the heart, if there is a vibration from the person who handles the file to the person, unknown person sitting far away, if it vibrates for a second, the file for waiting for a decision on your gratuity or pension or provident fund will not lie more than 5 minutes. Whereas this is taking months and months and months. What is the service aspect? They are called government servants. I am sorry for making a criticism about the so-called bureaucracy, but this is what it is. Anyway, unless it is transformed into dynamic development, administration and management, there is no way. There is an appropriate strategy in everything. There is always a complaint that nothing moves in bureaucracy. That's what I said now. But every file in front of an officer should respond to the heart. Let us look at the Indian scenario concerning human values. The way things are happening around us today is quite disappointing. Our people have a long way to go to understand the implication of this value, Indian value, not a foreign imported value, Indian value, and to implement it with a view to achieve total human development in India. When we become politically free, our Constituent Assembly gave us nation a republic, democratic constitution, which to be inspired by the humanistic impulse. But over a period of time, we have forgotten everything.
Our people are endowed with intelligence and very ambitious people, varied talents. Today we are boast of being the third among the nations in terms of the scientific and cultural orientation. But where are we now? A nation cannot become great without self-discipline. And self-discipline is the mark of real free man. Anyway, I can speak volumes and volumes about this because time is a big constraint. In this occasion, if I could say a few words on human values in day-to-day life as well as administration, I think I have done my justice. And once again, thank you for the patient listening and thank you very much. Thank you, sir. ബഹുമാനപ്പെട്ട MLA പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ അവർകളെ അധ്യക്ഷ ഭാഷണത്തിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സമ്മിശ്രമായ ഒരു സന്ദർഭമാണിത്. 120 വർഷക്കാലം ആകുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഒരു സന്തോഷകരമായ സന്ദർഭം. നമ്മളോടൊപ്പം മാർഗദർശിയായി വഴി കാണിച്ചുകൊണ്ട് മുന്നേ നടന്നു നീങ്ങിയ PK വാര്യരുടെ മരണശേഷം ഒന്നിച്ചുകൂടുന്ന ഈ സന്ദർഭത്തിൻ്റെ സങ്കടകരമായ സന്ദർഭം. ഈ സന്ദർഭത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപക ദിനാഘോഷത്തിൻ്റെ സ്വാഗത പ്രാസംഗികൻ പ്രിയപ്പെട്ട PM വാര്യ, ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ആമുഖപ്രകാശനം നടത്തിയ പ്രിയപ്പെട്ട ഗോപിനാഥ് പിള്ളൈ, the two eminent persons who is our guest here, Mr. Prabhat Kumar IAS, the former governor of Jharkhand, and Mr. Venkatesh Ramakrishnan, the chief bureau of Delhi Senior Associate Editor, Frontline Indo Group, ഓംചേരി NN പിള്ളൈ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു PS വാര്യർ എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കാലഘട്ടവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ ബോധ്യപ്പെടുത്തലിൻ്റെ പ്രായോഗികത പ്രാവർത്തികമാക്കിയാണ് ആര്യവൈദ്യശാല എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനവും സ്ഥാപനവും സ്ഥാപിക്കുകയും അതിന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ ആയുർവേദ രംഗത്തെ പ്രശസ്തമായ സ്ഥാപനമായി അംഗീകരിക്കുകയും അറിയപ്പെടുകയും ചെയ്യുന്നത്. അതിൻ്റെ അങ്കണത്തിലിരുന്നുകൊണ്ട് യും സംസ്കാരത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹനീയമായ മാതൃക പിന്തുടരാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരാഘോഷമായി, ഒരു സ്ഥാപക ദിനാഘോഷമായി ഞാനിതിനെ കാണുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതക്കനുസരിച്ച് നമുക്കിടയിൽ ഭിന്നതകളും വൈവിധ്യങ്ങളുമില്ലാതെ എന്നാൽ ബഹുസ്വരതയുടെ രാജ്യത്ത് ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാണിച്ചു തന്ന മഹത് വ്യക്തിത്വങ്ങളുടെ യശസ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ അങ്കണത്തിൽ വച്ച് ഈ നാടിനും പ്രദേശത്തിനും അങ്ങനെയൊരു സന്ദേശം നൽകാൻ ഈ സ്ഥാപക ദിനാഘോഷത്തിന് കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് മുന്നോട്ട് വന്ന ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ് ഈ നാടിന് വേണ്ടി. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, സമയപരിധി വളരെ അധികമുണ്ട് എന്നെനിക്കറിയാം.
ഇവിടെ പ്രസാദനം ചെയ്യപ്പെടാൻ പോകുന്ന 3 പുസ്തകങ്ങളുടെ ഒന്ന് സ്മരണികയാണ്, മറ്റൊന്ന് 2 പുസ്തകങ്ങളാണ്. അതിലെനിക്ക് ആശ്ചര്യകരവും ചാരിതാർത്ഥജനകവും സന്തോഷകരമായി തോന്നിയത് വിവേക് വിജയൻ്റെ പുസ്തകം ഇറങ്ങുന്നു എന്നതാണ്. പത്രങ്ങളിലൂടെ ഞാനത് വായിച്ചു. ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും വ്യത്യസ്തങ്ങളായ തലത്തിൽ സംസ്കൃതത്തെയും അതുപോലെ തന്നെ വേദങ്ങളെയും ഭാഷകളെയും ചിന്തകളെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യകതകൾക്കപ്പുറത്തും തനിക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട വിവേക് വിജയൻ. ആ പുസ്തകത്തിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വാക്ക് പത്രങ്ങളിൽ വന്നത് ഞാൻ വായിച്ചു. പ്രിയപ്പെട്ട JP എനിക്ക് അയച്ചു തന്നിരുന്നു. ഒരു മനുഷ്യൻ്റെ പരിതസ്ഥിതിയാണ് അവൻ്റെ മൂർത്തിമത് ഭാവമായി ഭവിക്കുന്നത് എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ആ പുസ്തകത്തിലും PK വാര്യരുടെ ആത്മകഥയിലുമൊക്കെ. PK വാര്യരെക്കുറിച്ച് അതിനെ പിതൃപുത്രൻ തന്നെ പൗത്രൻ എഴുതുന്നത് വന്ദേമാതരം കേൾക്കുന്ന ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ഈ കാലഘട്ടങ്ങളിലും രാവിലെ വന്ദേമാതരം കേൾക്കുന്ന അച്ചാച്ചനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്ന ആ കുട്ടിയെയാണ്. സാങ്കേതികവിദ്യകൾ ഇത്രമാത്രം വലുതായിട്ടും ഇത്രമാത്രം വികസിച്ചിട്ടും റേഡിയോയിലൂടെ ആ വാക്ക് കേൾക്കുന്നത് അല്ലെങ്കിൽ ആ വന്ദേമാതരം കേൾക്കുന്നത് തൻ്റെ ഓർമ്മകളെ ഒരു പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകാനും അത് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ അടിത്തറയായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ തെളിയിക്കപ്പെടാനും കൂടി വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ ഇത്രമാത്രം ഹൃദയവിശാലതയുടെ മൂർത്തിമത് ഭാവമായിരുന്നു PK വാര്യരും അതിൻ്റെ അനന്തരാവകാശികളും എന്ന് നമുക്കിതിലൂടെ കാണാൻ കഴിയുകയാണ്. അതുതന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് അനാവരണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൗത്രൻ ആ പുസ്തകം ഇറക്കുമ്പോൾ അഭിനന്ദിക്കേണ്ടതാണ്, അനുമോദിക്കേണ്ടതാണ്. ആ കുട്ടിയുടെ പരിതസ്ഥിതിയുടെ ഒരു മൂർത്തിമത് ഭാവം തന്നെയാണ് ആ പുസ്തകത്തിലൂടെ പുറത്തു വരാനിരിക്കുന്നത് എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സൂചിപ്പിക്കുന്നു, ഈ സ്ഥലവും ഈ സൗകര്യങ്ങളും ഈ സ്ഥാപനവും ഈ നാടിൻ്റെ സാമുദായിക സാമൂഹിക ഐക്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നതിൽ പൂർവസൂരികളായ മഹത്തുക്കളായ ആളുകൾ എങ്ങനെ പ്രവർത്തിച്ചുവോ അതിനപ്പുറത്തേക്ക് ഒരു മുഴം കൂടി മുന്നേ നടന്നുകൊണ്ട് കടന്നു പോകാൻ ഇതിലൂടെ വരുന്ന PM വാര്യരടക്കമുള്ള മുഴുവൻ ബഹുമാന്യരായ ആളുകൾക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെയൊക്കെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. നന്ദി സർ. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന സ്ഥാപകൻ്റെ 150-ാം ജന്മവാർഷിക സ്മരണിക ബഹുമാനപ്പെട്ട MLA പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ ആര്യവൈദ്യശാല CEO ഡോക്ടർ GC ഗോപാലപിള്ള സാറിന് നൽകിയാണ് പ്രകാശനം ചെയ്യുന്നത്. ഇരുവരെയും പ്രകാശന കർമ്മത്തിനായി സാദരം ക്ഷണിക്കുന്നു. Thank you, sirs. Now, we cordially invite our chief guest, Shri Prabhat Kumar IAS retired, former Governor Jharkhand, former Cabinet Secretary of India and President IC Center for Governance to deliver the Founders Day lecture.
Chairman of the event, Professor Abid Hussain Thangalji, Honorable Minister Srimati Veena George online, the Managing Trustee of R.A. Vaidyashala, Dr. P.M. Warrior, the CEO of the R.A. Vaidyashala, Dr. Gopala Pillai, eminent media person, Sri Venkatesh Ramakrishnan ji. Okay. Shri Rajendran, Sri Om Cheri and Pillai online, distinguished guests, ladies and gentlemen. I am extremely grateful to the R.A. Vaidyashala to have invited me here to deliver the Founders' Day lecture. I am extremely sorry that I can't speak in Malayalam. I wish I could speak in Malayalam. You see, ever since I got in touch with R.A. Vaidyashala Hospital in Delhi, I had a keen desire to come and see the Karma Bhumi of the great visionary Vaidyaratnam P.S. Warrior. It always intrigued me that how could a man set up this organization 1 century back and set Ayurveda at a pedestal to be a viable alternative to the Western system of medicine. And therefore, I readily agreed to come here. When my old friend, Dr. Gopala Pillai, asked me to come here and deliver this lecture. So I'm very grateful to him, and I'm so happy to be with you today. Normally, I speak without any paper. But since this is a very formal occasion, and it's a formal lecture, Founders' Day lecture, I thought I'll jot down my ideas on paper and read them out to you. This is because of 2 reasons. One, that if I speak extempore, then I might stray away from the subject. And also, I might overstep the time which has been allotted to me. So therefore, allow me to read whatever I have written. The subject of my talk is social enterprises need for a new ecosystem. Social enterprises, I'll tell you what social enterprises are and why we need a new ecosystem for them. You see, the life of Vaidyaratnam V.S. Warrior was an exemplar to his contemporaries, and I'm sure that it will continue to inspire the generations which are to come. Is it all right? So it was, apart from being a great visionary and a social reformer, in my view, Vaidyaratnam was an entrepreneur, a true entrepreneur, and he was much ahead of his time. And therefore, I'm going to speak on entrepreneurship. It may sound rather incongruous today to talk of entrepreneurship because there's a slowdown in the global economy and people are talking about low GDP growth, people are talking about factories which are closing down and increasing unemployment. But I think
this is the right time to set up an enterprise. Because an enterprise which is conceived and is born during this stress times must go a very long way. You know, the other day, I was witnessing an event in Delhi, and it was an event to celebrate the startups. Those startups which have grown to become unicorns. It is said that we have the third largest number of unicorns in the world. And every 5 days, a new unicorn is born. But that day, when I listened to those unicorns, I found that none of them cared for the society. They are entrepreneurs of very distinction. They need the admiration and accolades of the country. They are needed. But they don't care for meeting the social needs. And very rarely, they have a social impact. But fortunately, there are many other enterprises which are of a different kind. You know, during these 2 years of the pandemic, we found that there was a spurt of these local initiatives, each with an object of meeting a social need. Like, for example, feeding the migrant workers, or performing cremations of infected bodies in various parts of the country, or providing oxygen cylinders to the sick. Now, all these initiatives were being taken all over the country. And the flow of human compassion during the 2 years of pandemic, it was a very heartwarming experience. A new paradigm of people-to-people transactions were emerging. So all these, you know, I was watching very closely. So during the next 15-20 minutes, I will talk about the importance of enterprises, social enterprises which meet a social need in view of their ability to help the community. I believe that there is a need to sustain the work of policy environment for these social enterprises. You know, at the moment, we don't have any ecosystem, any policy environment for these social enterprises. In fact, as Dr. Gopala Pillai was also saying, yeah, as Dr. Gopal Pillai was saying, that today there seems to be a concerted assault on the social values in every profession. In education, for instance, we have converted education institutions into teaching schools. We do not teach our children. We sell degrees and we sell appointments in the universities. This is what is happening in education. In medicine, we pinch kidneys and we advertise impossible cures. We perform unnecessary surgeries. And this is what we are doing. We are endangering the life of millions of infants and pregnant women by embezzling the funds which have been provided in the rural funds of medicine. In business, we have perfected the art of duping the financial institutions. We fudge balance sheets, we under-invoice and overprice, and we adulterate everything from milk to turmeric. And similarly, in every profession, I mean, these are the two professions I have singled out, but in every profession, they have these fault lines. They are not meeting the social needs. In business, the economist Milton Friedman, he said that the business of a business is only to make profits. He said there is no other social responsibility of business except make profits, increase the profits as much. I am of the view that Milton Friedman's definition is very limited.
I go beyond the observance of rules and regulations and being on the right side of law. I go beyond the CSR expenditure as required by the Companies Act. I go beyond even the triple bottom line approach of businesses. I am concerned with the core of business. I am concerned with the core of business being ethical. Providing some social good. That should be the core of the business. That marks the ethical twist in business, the ethical twist in entrepreneurship. A similar sentiment was exhibited by a recent resolution by 200 US companies. They all got together, the CEOs of 200 American companies, they got together and they issued a statement. And they said that the objective of a corporation is not only to make profits. The objective of the corporation is to better the society. And this statement, they supported the corporation with the social objectives. I'm not talking about the NGOs. There are thousands of NGOs which are doing excellent work. And they are contributing to social welfare in areas like education and public health. They are children of philanthropy. They are children of charity. Many of them thrive on government grants. Many of them thrive on CSR funding. And they are very inadequate assessment of their impact on the society. I am talking about the financially viable entities which can sustain themselves on their own viability while delivering benefits to the society. They have a potential of contributing significantly to the unserved, the disadvantaged and the unserved in the society. You know, the Nobel laureate Muhammad Yunus, I don't know whether you've heard of him, Muhammad Yunus of Bangladesh, the Grameen Bank of Bangladesh. He says that this entrepreneur, this social entrepreneur, competes in the marketplace with all other competitors and makes profit. But at the same time, he has some impact on the social good, on the social society at large. That is what a social business is. He defines social business in the context of the rural poor of Bangladesh. The Grameen Bank of Bangladesh, which was founded by Muhammad Yunus, it entered into collaborations with companies. It entered into collaboration with Adidas of Germany. It entered into a collaboration with Danone of France. And they supplied shoes for the poor children at affordable price. They supplied yogurt, medicated yogurt at very affordable price to the poor children in Bangladesh. So he defines social business as a non-dividend company. It is a company which doesn't pay any dividend. And it is dedicated to solving human problems. It was a concept that arose from his practical experience working with villagers in one of the poorest countries of the world. Now the good news is that there are many areas of light out in the tunnel. Even in our country, there are such social entrepreneurs. For example, we have people like Shrikant Bola. Shrikant Bola was born visually impaired in Machilipatnam in Andhra Pradesh. He was denied admission in coaching classes for the IIT because he wanted to study engineering. But he was denied admission because he was blind.
But then he went to Massachusetts Institute of Technology, and he was the first international blind student in MIT. Then he came back to India, and 2012 he started Bulant Industries, which manufactures Areca products. Areca products and provides employment to several hundred people with disabilities. Bulant produces eco-friendly cycled craft paper. He produces packaging products from recycled paper, disposable products from natural leaf, and packaging products from usable plastics. Bulant Industries has shown exceptional growth during the last 12 years, and it had a turnover of more than 200 crores last year. Bulant Industries' major objective is to employ differently abled people, disabled people, and also help in environment protection. And Shrikant says that to be a successful entrepreneur, you don't need eyes, you need vision. Now he is one of these social entrepreneurs whom I look up with great respect. And there are so many others. For example, you must have heard of Akshay Patra. Akshay Patra started with a vision that no child in India shall be deprived of education because of hunger. They have provided crores and crores of meals to the students and to other needy persons. And the impact of their initiative that was witnessed over a period of time is that there was increased enrollment in the schools, there was steady attendance, and better concentration by the students. So results were better. And also there was a visible improvement in the health of the students. Similarly, there is a lady called Urvashi Sahani. She is the founder of Study Hall Education Foundation, which is an organization dedicated to offering education to the most disadvantaged girls in the country. She has worked with over 900 schools all over the country and has changed the life of lakhs of girls. She was facilitated with a Social Entrepreneur of the Year award for her selfless work, dedication and passion. Then there is Harish Handa. He is another pioneering entrepreneur, and he is a very committed person. He is the founder of Selco, a company rendering sustainable energy source to the rural areas of the country. The project was first rural solar plant, and he has supplied over 120,000 installations all over the country in the last 5 years. Then there is another lady called Ajita Shah, who works with a mission to empower the rural India. She aims to provide the best of technological solutions in remote villages. She is the founder of Frontier Markets that supplies solar energy powered products to rural India at extremely affordable cost. The company has sold over 10,000 solar solutions until now, and there is no stopping them. They want to go to the remotest part of the country. But however, these solutions are there, these examples are there. However, on a larger scale, much progress has been made, but our social and environmental problems are getting aggravated. They are on account of poverty, of inequality, and of climate change. Traditional organizations of government, civil society, and the market, they have fallen short to solve our ever-increasing societal problems. And this calls for the government, civil society, and the market to work together to address the problems of the less privileged. A special enterprise, the social enterprise that I'm talking about, it is a hybrid creature. It's like a centaur with the heart of a social activist. It has the heart of a social activist, a head of a businessman,
and the body is energized by public institutions. The challenge now is to create an ecosystem for development and growth of social enterprises in the country. Presently, there is no forum within the government. There is no forum to enable interdisciplinary, interdepartmental, and collaborative decision-making involving the state, the civil society, and the market. 3 years back, the government announced the intention to set up a social stock exchange. It was announced by our finance minister in her speech in 2019. This comes with a huge responsibility to build the right ecosystem for social enterprises and to impact investors. But it is surprising that despite a lapse of 3 years, this project is still on the drawing board. It is worthwhile mentioning that social stock exchanges are different from the traditional stock exchanges. The most important function is to act as a platform for social enterprises and social investors. The social investors are the investors who not only are interested in financial returns but also focus on social and environmental returns. They invest mostly in enterprises having direct social impact. To sum it up, social enterprises are not new to India. Best practices are there, but the much needed ecosystem to capture the country's social problems and attain scalability is not there. The emerging sector, having potential to solve societal problems, is riddled with challenges such as funding support, regulations on the ease of doing business, and managerial skills. So let us be clear of one thing. The creation of an ecosystem conducive to the growth of social enterprises is a multi-stakeholder activity. It has to be co-owned by the public institutions, by the private sector actors, and also by the civil society. In a simple understanding of things, the infrastructure and financial structure can best be provided by the public institutions, the banks and the public institutions. The logistics for operation are the responsibility of the private sector, and the civil society should support them with new ideas of impact on the unserved sections of the society. You know, in the end, I would only say that I have a dream. And my dream is that in 10 years' time, when we would be celebrating the 85th anniversary of our independence, there should be social enterprises competing with each other to fill the needs of the society, the needs of every section of the society which is underprivileged and unserved. And if there is a conducive ecosystem built by all of us, by all the stakeholders concerned, then I think it should be possible. And that, in my view, will be a fitting tribute to the memory of Vaidyaratnam. Thank you very much. Thank you, sir. സ്ഥാപക ദിനാഘോഷത്തിൻ്റെ ഒരു മുഖ്യ ഭാഗമാണ് PS വാര്യർ സ്മാരക പ്രഭാഷണം. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരായ പണ്ഡിതന്മാർ സ്മാരക പ്രഭാഷണത്തിനായി ഈ വേദിയിൽ ഓരോ വർഷവും എത്തിച്ചേരാറുണ്ട്. ഈ വർഷം സ്മാരക പ്രഭാഷണം നിർവഹിക്കുന്നത് ഫ്രണ്ട് ലൈൻ ഡൽഹി ബ്യൂറോ ചീഫ് സീനിയർ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ ആണ്. മഹാമാരിക്കാലം തേടുന്ന ബഹുമുഖ ആധുനികതയും നവീന വികസന വഴികളും എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പ്രഭാഷണത്തിനായി ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഈ സദസ്സിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രൊഫസർ റാബിദ് ഹുസൈൻ തങ്ങൾ, ഉദ്ഘാടക കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ്, ഡോക്ടർ PM വാര്യർ, GC ഗോപാലപിള്ളൈ, respected chief guest Shri Prabhat Kumar, whom I had the good fortune to meet 20 years ago in Jharkhand when he was governor. I was a relatively young reporter who had gone to Jharkhand to cover something, and then one of my friends who was going to meet the governor said, "Come on and we'll meet." And I had an occasion to meet, catch up with your inspiring personality. I'm so happy to recapture those memories once again here. So, coming to the topic, I have taken a topic which kind of reads slightly complicated. It says, towards a pluralistic modernity and new development paradigms in the state of pandemic. In fact, you have also spoken certain parts of this topic, because you have spoken about the need for new social entrepreneurship schemes. But then I am trying to take a larger view of the situation. And according to me, the very conduct of this program, which has been postponed multiple times, is a kind of metaphor for my topic. We are in a totally uncertain kind of era. നമ്മൾ ഈ പരിപാടി മൂന്നാമത്തെ പ്രാവശ്യം മാറ്റിവെച്ച ശേഷമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ടോപ്പിക്കിൻ്റെ, അതായത് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ ഒരു രൂപകം തന്നെയാണ് നമ്മുടെ ഈ പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് ഇംഗ്ലീഷിൽ ടുവേർഡ്സ് എ പ്ലൂറലിസ്റ്റിക് മോഡേണിറ്റി ആൻഡ് ന്യൂ ഡെവലപ്മെൻറ്റ് പാരഡൈംസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് പാൻഡമിക് എന്നുള്ളതാണ്. മലയാളത്തിൽ അത് മഹാമാരിക്കാലം തേടുന്ന ബഹുമുഖ ആധുനികതയും നവീന വികസന വഴികളും എന്നതാണ്. മഹാമാരിക്കാലം നമ്മളോട് പല തരത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ സമ്മേളനം 3 പ്രാവശ്യം മാറ്റിവെച്ചത് തന്നെ നമ്മൾ പലതരം വഴികൾ തേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അത് മാത്രമല്ല, ഇത്തരമൊരു വിഷയം നമ്മൾ ഡോക്ടർ PS വാര്യരുടെ ഓർമ്മയിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മൾ പുതുക്കുന്ന ഒരവസരത്തിൽ ഇത്തരമൊരു വിഷയത്തിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടും അനുയോജ്യമാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തതും. PS വാര്യർ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന്, നമ്മുടെ നവോത്ഥാന പ്രക്രിയക്ക് അദ്ദേഹം നൽകിയ സംഭാവന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പരാമർശിക്കുകയുണ്ടായി. പക്ഷേ മന്ത്രി പറഞ്ഞ രീതിക്കപ്പുറം കടന്ന് ഈ സംഭാവനയെ ചരിത്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ തലത്തിൽ വിശകലനം ചെയ്ത, പഠിച്ച വലിയ പ്രബന്ധകാരന്മാർ, ചരിത്രകാരന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഡോക്ടർ KN പണിക്കർ അത്തരത്തിലുള്ള ഒരാളാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാലയ്ക്ക് PS വാര്യരുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് what PS വാര്യർ did to കോട്ടക്കൽ ആര്യവൈദ്യശാല was innovation within the discipline. ആര്യവൈദ്യം എന്ന് പറയുന്ന വിജ്ഞാന ശാഖയ്ക്കകത്ത് ഉള്ള നവീകരണം, ഇന്നോവേഷൻ വിത്തിൻ, ബിറ്റ്വീൻ ആൻഡ് ബിയോണ്ട് ട്രഡീഷൻസ്. അതായത് പാരമ്പര്യത്തിനകത്തും പാരമ്പര്യത്തിനും ആധുനികതയ്ക്കും ഇടയിലും
അത് രണ്ടിനെയും മറികടക്കുന്ന രീതിയിലും, അതായത് പാരമ്പര്യത്തെയും ആധുനികതയും മറികടക്കുന്ന രീതിയിലുമുള്ള നവീകരണമാണ് അദ്ദേഹം ആയുർവേദം എന്ന് പറയുന്ന ഈ ശാഖയ്ക്ക് കൊണ്ടുവന്നത് എന്നാണ്. അദ്ദേഹം അത്തരമൊരു ഇന്നൊവേഷൻ, നവീകരണം, അത്തരമൊരു മാറ്റം കൊണ്ടുവന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയുടെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ്. ആ സമയത്തുണ്ടായിരുന്ന വെല്ലുവിളികൾ വ്യത്യസ്തമായിരുന്നു. ആ സമയത്ത് സമൂഹത്തിന് കൂടുതൽ വികസനം, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷത്തിൽ അവർക്കുണ്ടാവേണ്ട സാമൂഹ്യക്ഷേമ പദ്ധതികൾ, അവർക്കുണ്ടാവേണ്ട നല്ല പൊതുജനാരോഗ്യം, അവർക്കുണ്ടാവേണ്ട വിദ്യാഭ്യാസം, ഇത്തരത്തിലുള്ള പ്രാഥമികമായ കൺസേൺസാണ് ആ സമയത്ത് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് PS വാര്യരുടെ ഓർമ്മ നമ്മൾ പുതുക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പന്ഥാവിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ തേടുമ്പോൾ, നമ്മുടെ മുമ്പിൽ നമ്മൾ ഇതുവരെ ഒരുപക്ഷെ കഴിഞ്ഞ 3-4 തലമുറകൾ, ലോകത്ത് ജീവിച്ച 3-4 തലമുറകൾ അനുഭവിക്കാത്ത, അവർ കാണാത്ത തരത്തിലുള്ള ഒരു ഭയങ്കരമായ മഹാമാരിയുടെ മുമ്പിലാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഉള്ള പുതിയ പരിപ്രേക്ഷ്യത്തെപ്പറ്റി ആലോചിക്കുന്നത്. ഈ പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ 3 തവണ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായി, 3 പ്രാവശ്യം. അപ്പോൾ ആദ്യത്തെ തവണ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ MT രാമകൃഷ്ണനോട് ചോദിച്ചു, ഈ ഡയറി, അതിൽ നിന്നുള്ള എക്സേപ്റ്റ്സ്, PS വാര്യരുടെ ഡയറിയിൽ നിന്നുള്ള എക്സേപ്റ്റ്സ് എടുത്തൊരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്നും എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ആ പുസ്തകം എനിക്ക് തരികയുണ്ടായി. അത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നു ആ പുസ്തകത്തിലൂടെ കടന്നു പോകാൻ. ഒരു വൈദ്യൻ ലോകത്തെ എങ്ങനെയാണ് കാണേണ്ടത്, ഒരു വൈദ്യൻ ജനങ്ങളെ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്, ഒരു വൈദ്യൻ എങ്ങനെയാണ് ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം ബ്ലൂ പ്രിൻ്റ് ആ ഡയറിയിലൂടെ കടന്നുപോയാൽ മാത്രം നമുക്ക് മനസ്സിലാവും. അത്രമാത്രം സമഗ്രമായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. അദ്ദേഹത്തിൻ്റെ വൈദ്യചികിത്സ ഒരു ശൂന്യതയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നോ വന്നിട്ടുള്ളത് മാത്രമായിരുന്നില്ല. എല്ലാ ദിവസവും രാവിലെ എണീച്ച് ആദ്യം ചെയ്യുന്നത് അത് അടയാളപ്പെടുത്തുന്നു. പക്ഷെ അത് നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ, നമ്മുടെ സാമ്പത്തിക മണ്ഡലത്തിൽ എത്രമാത്രം അതിന് പ്രതിഫലനമുണ്ടാവുന്നുണ്ട് എന്ന് എനിക്ക് നല്ല ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയം സ്വീകരിക്കാൻ കാരണം. അതായത് നമുക്ക് ആവശ്യം ഒരു പുതിയ ആധുനികതയാണ്. ആധുനികതയിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആധുനികത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആധുനികതയുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ തന്നെ ആധുനികതയുടെ അടയാളങ്ങൾ, ആധുനികതയുടെ സൂചികകളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പൊതുജനാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, സാക്ഷരതയുടെ കാര്യത്തിൽ ഒക്കെ നമ്മൾ വളരെ മുന്നിലാണ്. പക്ഷേ അടിസ്ഥാനപരമായി ആധുനികത എന്ന് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ മനസ്സിൽ വരുന്ന ചിത്രം പാശ്ചാത്യ ആധുനികതയാണ്, വെസ്റ്റേൺ മോഡേണിറ്റിയുടെയാണ്. അത് ഫ്രാൻസിലെ റെനസാൻസിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആ പരമ്പര വെച്ച് വെസ്റ്റേൺ മോഡേണിറ്റിയാണ് നമ്മുടെ ആധുനികത എന്നാണ് പൊതുവിൽ മനുഷ്യന്മാർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെയും PS വാര്യരുടെ അനുഭവം വളരെ പ്രസക്തമാണ്. ഗോപാലപിള്ള സാറ് പറഞ്ഞതുപോലെ പാശ്ചാത്യ വൈദ്യ രീതികൾ നമ്മുടെ തനതായ വൈദ്യരീതികളെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ ചരിത്രത്തെ വളരെ ക്രിയാത്മകമായി പ്രതിരോധിക്കുകയാണ് PS വാര്യരും കോട്ടക്കൽ ആര്യവൈദ്യശാലയും ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ക്രിയാത്മകമായ പ്രതിരോധം, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്.
അതാണ് ഈ കാലത്തും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ആധുനികത എന്ന് പറയുമ്പോൾ ആ ആധുനികത ബഹുമുഖ ആധുനികതയായിരിക്കണം. ഏക ലക്ഷ്യത്തിൽ മാത്രം നോക്കുന്ന ഒരു ആധുനികതയല്ല അത് വേണ്ടത്. അത് PS വാര്യർ അന്നേ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൻ്റെ രീതികൾ ബാരോമീറ്റർ വാങ്ങി വെച്ച് ഊഷ്മാവ് അളക്കുന്നു. ആയുർവേദത്തിൽ അങ്ങനെ സമ്പ്രദായം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ബാരോമീറ്റർ വെച്ച് അത് അളക്കുന്നു. അദ്ദേഹം ഈ വെസ്റ്റേൺ മെഡിസിൻ്റെ മെഡിക്കൽ ടെസ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി അദ്ദേഹം കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ വർഷം നടന്ന സമ്മേളനത്തിൽ IAS ഉദ്യോഗസ്ഥയായ ശൈലജ ചന്ദ്ര പറഞ്ഞതുപോലെ ഒരു പ്ലൂരാലിറ്റി, ഒരു ബഹുമുഖത്വം അദ്ദേഹത്തിൻ്റെ വൈദ്യശാസ്ത്ര രീതികളിൽ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ആധുനികതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ വെല്ലുവിളികൾ അന്നുണ്ടായതിനേക്കാൾ 10 മടങ്ങ് അല്ലെങ്കിൽ ഒരുപക്ഷെ 100 മടങ്ങ് വർദ്ധിച്ച ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വൈദ്യശാസ്ത്രത്തിന് പോലും എന്താണ് പ്രതിവിധി എന്ന് കൃത്യമായിട്ടറിയാത്ത, എന്താണ് ഇതിൻ്റെ മൂലകങ്ങൾ എന്ന് കൃത്യമായിട്ടറിയാത്ത ഒരു മഹാമാരിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പാഠങ്ങളുടെ പ്രസക്തി കൂടുതൽ വർദ്ധിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സമീപകാലത്ത് ലോകത്ത് ഈ മഹാമാരിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള 2 വലിയ സർവകലാശാലകളിൽ വളരെ സമഗ്രമായ 2 പഠനങ്ങൾ നടക്കുകയുണ്ടായി. കഴിഞ്ഞ 2020-21 കാലത്ത് നടന്നിട്ടുള്ള 2 സമഗ്രമായ പഠനങ്ങൾ. ഹവായിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹവായ്, അവർ ഏതാണ്ട് 160ഓളം ശാസ്ത്രജ്ഞന്മാരെയും അക്കാഡമിഷ്യൻസിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പഠനം. നോർവേയിലെ യൂണിവേഴ്സിറ്റി, അവർ ഏതാണ്ട് 50ഓളം അക്കാഡമിഷ്യൻസിനെയും എഞ്ചിനീയർമാരെയും ഉൾപ്പെടുത്തി നടത്തിയ പഠനം. ആദ്യത്തെ പഠനം എന്താണ് പേമാരിക്ക് ശേഷം, ഈ മഹാമാരിക്ക് ശേഷം നമ്മുടെ ലോകത്ത് പൊതുവിൽ പാരിസ്ഥിതികമായും സാമൂഹികമായും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു. അതാണ് ഹവായ് യൂണിവേഴ്സിറ്റിയുടെ ഞാൻ പറഞ്ഞ ഏതാണ്ട് 170ഓളം ശാസ്ത്രജ്ഞർ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പഠനം. ആ പഠനത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തലുണ്ട്. നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാർ വൈദ്യശാസ്ത്രവും ജൈവശാസ്ത്രവും ഒക്കെ പഠിക്കുന്ന ആൾക്കാരാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ചരിത്രത്തിൽ 5 വംശനാശം ഉണ്ടായിട്ടുണ്ട്. 5 പ്രാവശ്യം വംശനാശം ഉണ്ടായിട്ടുണ്ട്. അവസാനത്തെ വംശനാശം ദിനോസറുകളുടെ കാലത്തായിരുന്നു. അത് 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഈ കോവിഡ് മഹാമാരി നമ്മുടെ ലോകത്ത് ഇങ്ങനെ അലയടിച്ച് പോയതിന് ശേഷമുള്ള കാലത്ത് നമ്മൾ അടുത്ത 6ാമത്തെ വംശനാശത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അതിവേഗം നടന്നെടുക്കുകയൊന്നുമല്ല, പക്ഷെ നമ്മുടെ നടത്തത്തിൻ്റെ വേഗത കൂടിയിട്ടുണ്ട്. ഈ വംശനാശത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ഹോളോസിൻ എക്സ്റ്റൻഷൻ എന്നാണ്. അതിനൊരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ 5 വംശനാശങ്ങളും സംഭവിച്ചത് ആ കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ പ്രവൃത്തി കാരണമല്ല. അവർ വംശനാശത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. പുറത്തുനിന്നുള്ള ഉൽക്കാവർഷമുണ്ടായി, പ്രകൃതിക്ഷോഭമുണ്ടായി, നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രാതിഭാസികമായ കാര്യങ്ങളുണ്ടായി. പക്ഷേ ആ സമയത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങൾ, മനുഷ്യനായിക്കൊള്ളട്ടെ, കുരങ്ങായിക്കൊള്ളട്ടെ, ദിനോസർ ആയിക്കൊള്ളട്ടെ, അവർ ഒന്നും സംഭാവന ചെയ്തിട്ടില്ല വംശനാശത്തിന്. പക്ഷേ ഈ 6ാമത്തെ വംശനാശം അത് നമ്മൾ തന്നെ സംഭാവന ചെയ്ത് ഉണ്ടാക്കിയ സ്ഥാനമാണ്. നമ്മൾ തന്നെയാണ്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് ഈ 6ാമത്തെ വംശനാശത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത്.
സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പറ്റി ഐക്യരാഷ്ട്രസഭ 1980-കളിൽ സംസാരിച്ച് തുടങ്ങിയപ്പോഴേ പറയുന്നുണ്ട്. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് 2000 എന്ന് പറഞ്ഞ വർഷത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആലോചിച്ചപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ പറയുന്നുണ്ട് പ്രകൃതിയെ അധികം നിങ്ങൾ കുഴപ്പത്തിലാക്കല്ലേ, നിങ്ങൾ വികസനമൊക്കെ ആയിക്കോട്ടെ, പ്രകൃതിയെ വലിയ കുഴപ്പത്തിലാക്കിയിട്ടുള്ള വികസനം പറ്റില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം. ഇപ്പോൾ കോവിഡിന് കാരണമാകുക പല കാരണങ്ങളിൽ, ഇപ്പം ചൈനയിലെ വുഹാൻ അവിടുത്തെ ലബോറട്ടറിയിൽ മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കിയതാണോ അല്ലയോ എന്നുള്ളൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി തീർച്ചയായും നമുക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ ആവാം ചിലപ്പോൾ അല്ലാതിരിക്കാം. പക്ഷേ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ഈ പറഞ്ഞ COVID-19 എന്ന് പറയുന്ന ഈ വൈറസിൻ്റെ ജന്മത്തിന് സഹായകമായ അന്തരീക്ഷം നമ്മളെല്ലാവരും, ചൈനക്കാർ മാത്രമല്ല, നമ്മളെല്ലാവരും അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ സമൂഹത്തിനോട് കാണിക്കുന്ന, നമ്മൾ പ്ലാസ്റ്റിക് റോഡിലിടുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന സംഭവം, നമ്മൾ വെള്ളം വളരെ ദുർവ്യയം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണിത്. നമ്മളങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ളൊരു സാധനവും അതിന് കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് വികസനം. വികസനം ആണല്ലോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സാധനം. വികസനവും ഇതിന് കോൺട്രിബ്യൂട്ട്, വികസനം. അപ്പോൾ അതുകൊണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന പദപ്രയോഗം ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് 1980-കളുടെ അവസാനവും 90-കളുടെ ആദ്യവുമായിട്ട് വരുന്നത്. ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. പക്ഷേ അത് വെറും വാചകമടി മാത്രമാണോ, അല്ല അതിന് ശക്തിപ്പെടുത്താൻ, അതിന് ഉപോത്ബലകമായിട്ടുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? MP വീരേന്ദ്രകുമാർ ഒരിക്കൽ എന്നോട് പറയുണ്ടായി, അദ്ദേഹം 1980-കളിൽ എപ്പോഴോ റഷ്യയിൽ പോയിട്ടുണ്ട്. അപ്പോൾ റഷ്യയിലെ എയർപോർട്ട് ഇപ്പോഴും അതെ, ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ 3 പ്രാവശ്യം പോയ സ്ഥലമാണ്. മോസ്കോയിലെ എയർപോർട്ട് ഒരു കാടിൻ്റെ നടുവിലാണ് മോസ്കോ എയർപോർട്ട്. റോഡുണ്ട്, പക്ഷേ അതിന് ചുറ്റുമുള്ള ബയോഡൈവേഴ്സിറ്റി അവർ സ്പർശിച്ചിട്ടില്ല. അപ്പോൾ വീരേന്ദ്രകുമാർ ഈ പ്രാവതയുടെ ക്ഷണപ്രകാരമാണ്, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രത്തിൻ്റെ ക്ഷണപ്രകാരമാണ് പോയത്. അപ്പോൾ വീരേന്ദ്രകുമാർ ചോദിച്ചു, കോമ്രേഡ്, ഐ സീ ദാറ്റ് യുവർ എയർപോർട്ട് ഈസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എൻ forest. Why have you made it so dense within such a dense forest? അപ്പോൾ പ്രാവതയുടെ എഡിറ്റർ ഏതോ കോമ്രേഡ് പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞു അത്രേ, കോമ്രേഡ്, we need development, but we cannot displace nature everywhere, for nature will retribute. പ്രകൃതി പ്രതികാരം ചെയ്യും. പ്രകൃതിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, പ്രകൃതി പ്രതികാരം ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഹോളോസീൻ എക്സ്റ്റൻഷൻസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ നടന്നെടുക്കുകയാണ്, നമ്മൾ ഓടിപ്പോകുന്നല്ല. ഈ വംശനാശം പൂർത്തിയാവാൻ ഇനിയും 7 ദശലക്ഷം വർഷം എടുക്കും എന്നാണ്. അനദർ 7 മില്യൺ ഇയേഴ്സിൽ മാത്രമേ നമ്മളുടെ ഈ ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങളുടെ വംശനാശത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കണക്ക് എന്ന് പറഞ്ഞാൽ 80% ജീവജാലങ്ങൾ ഇല്ലാതാവുന്ന ഒരു സമയമാണ് എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ വംശനാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 മില്യൺ, കാലം കുറേ കൊണ്ട് 700 ലക്ഷം വർഷമുണ്ട് എന്നാണ് നമ്മുടെ ഒരു കണക്ക്. പക്ഷേ ഈ കണക്കിന് ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ 10,000 സ്പീഷീസ് ജീവജാലങ്ങൾ ഇല്ലാണ്ടാവും. 10,000 സ്പീഷീസ്, 1 മില്യൺ, അടുത്ത 10 വർഷത്തിനുള്ളിൽ, അനദർ ഡിക്കേഡ്
100,000 സ്പീഷീസ് ഇല്ലാണ്ടാവും. ആ സ്പീഷീസിൽ നമ്മുടെ വണ്ടുണ്ട്. പ്രൊജക്ഷൻ നമ്മുടെ വണ്ടുണ്ടല്ലോ. നമ്മുടെ കവികളെല്ലാം എഴുതുകയും ശശി വണ്ടിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശശിയുടെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സങ്കല്പനത്തിൽ വണ്ട് വന്നു കഴിഞ്ഞു. കവികളെല്ലാം എഴുതുകയും നമ്മുടെ ജൈവശാസ്ത്രജ്ഞന്മാരെല്ലാം പ്രജനനത്തിന്, അതായത് പോളിനേഷന്, കൃഷിക്ക് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഈ വണ്ട്. അടുത്ത 10 കൊല്ലത്തിൽ വണ്ടില്ലാത്ത ഒരു കാലം നമുക്കുണ്ടാവും. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ കണ്ടിട്ടുള്ള ഈ സ്പീഷീസിൻ്റെ നഷ്ടത്തിൽ കുറുക്കന്മാരൊരു സ്പീഷീസിൻ്റെ നഷ്ടമാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീടിൻ്റെ ചുറ്റുമൊക്കെ എപ്പോഴും രാത്രി കുറുക്കന്മാരുടെ ശബ്ദം കേൾക്കാറുണ്ട്. ഇപ്പോൾ അത് ആരെങ്കിലും കേൾക്കാറുണ്ടോ? കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവന്നിച്ചാൽ കൊള്ളായിരുന്നു. കുറുക്കന്മാരെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിബഡി ഉണ്ട്? ഓക്കെ, നിങ്ങളുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ പ്രദേശം കണ്ടുപിടിച്ച് ഐ വിൽ സ്പീക്ക് ടു യു. അപ്പോൾ ഈ സ്പീഷീസുകളിങ്ങനെ 1 മില്യൺ സ്പീഷീസ്, ഒരു 10 ലക്ഷം സ്പീഷീസ് അടുത്ത 10 കൊല്ലം കൊണ്ട് ഇല്ലാണ്ടാകുമ്പോഴാണ് ഇതിൽ പറഞ്ഞ രീതിയിൽ നമ്മുടെ ലൈഫിനെ വളരെ കൂടുതലായി, വളരെ ഭീകരമായി ബാധിക്കാൻ പോകുന്ന പലതരത്തിലുള്ള സ്പീഷീസിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൻ്റെ സൂചനകൾ നമുക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? ലോകം മുഴുവൻ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷയിൽ വലിയ വീഴ്ചയുണ്ട്. ആൾക്കാർക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടുന്നില്ല, പോഷകാഹാരമുള്ള ഭക്ഷണം കിട്ടുന്നില്ല. ഗ്ലോബലി ഇറ്റ് ഈസ് എ ഫിനോമിനൻ. ഗ്ലോബൽ ലോസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ സോയിൽ ഫെർട്ടിലിറ്റി, അതായത് കൃഷി ഇറക്കേണ്ട സ്ഥലത്തിൻ്റെ അതിൻ്റെ ഫലഭൂയിഷ്ഠത, അതും ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ള എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ കോവിഡ് ചൈനയിലെ ലബോറട്ടറിയിൽ ഉണ്ടായോ 10 അതിൻ്റെ കാരണം ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് അതിൻ്റെ കാരണം, ഹ്യൂമൻ ഇറസ്പോൺസിബിലിറ്റിയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഫുഡ് സെക്യൂരിറ്റിയുടെ പ്രശ്നത്തിലേക്ക് വരുന്നു, സോയിൽ ഫെർട്ടിലിറ്റിയുടെ പ്രശ്നത്തിലേക്ക് വരുന്നു. അതായത് ക്രിട്ടിക്കലായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, ഈ സോയിൽ ഫെർട്ടിലിറ്റി ഉറപ്പുവരുത്തേണ്ട ക്രിട്ടിക്കലായിട്ടുള്ള 100 കണക്കിന് മൈക്രോ ഓർഗാനിസംസ് അടുത്ത 10 വർഷത്തിനുള്ളിൽ എക്സ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ അവർ ഈ വംശനാശത്തിൻ്റെ പ്രക്രിയയിൽ, മനുഷ്യരൊക്കെ ഒരു പക്ഷേ വംശനാശം നേടാൻ വേണ്ടി ഇനി കുറച്ച് കാലമൊക്കെ എടുത്ത്, പക്ഷേ 7 ദശലക്ഷം വർഷമൊന്നും ആരും പ്രതീക്ഷിക്കണ്ട കേട്ടോ, അത്രയും സമയം എടുക്കില്ല. ഐ ഡോണ്ട് തിങ്ക് ദോ ദ പ്രൊജക്ഷൻ ഈസ് അബൌട്ട് 7 മില്യൺ ഇയേഴ്സ്. അത്രയൊന്നും സമയം വേണ്ടി വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഇതാണ് ഒന്ന് ബേസിക്കായിട്ട് സോയിൽ ഫെർട്ടിലിറ്റി, പിന്നെ ഫുഡ് സെക്യൂരിറ്റിയുടെ മുകളിലുള്ള സംഭവം. പിന്നെ ഈ പറഞ്ഞിട്ട് ഈ ബില്യൺസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് പോയിക്കൊണ്ട് ഈ 1 മില്യണിൽ പറയുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഇല്ലാണ്ടാവും. അവരെല്ലാം നമ്മുടെ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, നമ്മുടെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാവരും ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. മൂന്നാമത് പറയുന്ന ഈ പഠനത്തിൽ 170 ആൾക്കാർ കൂടി ഹവായ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിൽ അവർ പറയുന്ന മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ ഈ അന്തരീക്ഷത്തിൻ്റെ സാഹചര്യത്തിൽ കോവിഡുകൾ മാറി മാറി പല രൂപങ്ങളിൽ വന്ന് നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ മനുഷ്യൻ്റെ സ്വാഭാവികമായ റെസിലിയൻസ് ഉണ്ട്. PS വാര്യർ അതിനെപ്പറ്റി പലപ്പോഴും എഴുതുന്നുണ്ട്. പിന്നീട് ഞാൻ PK വാര്യരുമായിട്ട് 1-2 പ്രാവശ്യം എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ അവസരം കിട്ടി. ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും ഇമെയിലിൽ ഞാനാണ് ചെയ്തതെന്ന് ഞാൻ വളരെ കൃതാർത്ഥതയോടെ ഞാൻ ഓർമ്മിക്കുന്നു. അവസാനത്തെ ഇൻ്റർവ്യൂ എൻ്റെതായിരുന്നുവെന്ന്. അദ്ദേഹവുമായിട്ടും സംസാരിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം ആവർത്തിച്ച്, എനിക്കൊന്ന് കോവിഡ് വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ള വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് റെസിലിയൻസിനെ പറ്റിയാണ്. എങ്ങനെയാണ് ഈ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതല്ല, രോഗം വരാതിരിക്കാനുള്ള പരിപാടി എന്താണ് ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. റെസിലിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്ക്. ഈ ഹവായ് യൂണിവേഴ്സിറ്റിയിലെ പഠനം പറയുന്നത് റെസിലിയൻസ് നടത്താനുള്ള മനുഷ്യരാശിയുടെ മൊത്തത്തിലുള്ള
അതിൻ്റെ കഴിവ്, റെസിലിയൻസിനുള്ള മനുഷ്യരാശിയുടെ ആവറേജ് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ഏതാണ്ട് 60 വയസ്സാകുമ്പോൾ, പക്ഷേ എനിക്ക് ഇതുവരെ ഒരു പ്രാവശ്യം പോലും കോവിഡ് വന്നില്ല. നിരന്തരം യാത്രകൾ കോവിഡ് സമയത്ത് നടത്തിയിരുന്നു. 16 RT-PCR ടെസ്റ്റ് എടുത്ത് ഒരുപക്ഷെ ലോക റെക്കോർഡ് ഇട്ട ആളായിരിക്കും ഞാൻ. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 16 തവണ RT-PCR ടെസ്റ്റ് എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട കേസുകളുണ്ടാവും. റെസിലിയൻസ് ഉള്ള ഒക്കെ. ടച്ച് വുഡ്, ഞാനിത് പറഞ്ഞിട്ട് നാളെ എനിക്കിത് വന്നാൽ വലിയ കുഴപ്പമാവും. അപ്പോൾ റെസിലിയൻസ്, ഒരു ആവറേജ് വേൾഡ് പോപ്പുലേഷൻ്റെ റെസിലിയൻസ് ഹാസ് കം ഡൗൺ ബൈ അബൌട്ട് 15 to 16% എന്നാണ് ഈ ഹവായിലെ പഠനം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ബഹുമുഖമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ഒരു ലോകം, ആ ലോകത്ത് വേറെ സംഭവിക്കുന്നതാ? ഈ പഠനത്തിൽ പറയുന്ന 4ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ സോയിൽ ഫെർട്ടിലിറ്റി, ഫുഡ് സെക്യൂരിറ്റി, റെസിലിയൻസിൻ്റെ അഭാവം, കൂടുതലായി വരാൻ പോകുന്ന പാൻഡമിക്കുകൾ, മഹാമാരികൾ, പലതരം രോഗങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ആകത്തുകയായിട്ട് മനുഷ്യരാശിക്കുണ്ടായിരുന്ന സാംസ്കാരിക നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണം വലിയ പാരിസ്ഥിതിക നാശമുണ്ടാക്കാവുന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നേതാക്കന്മാരും അവരുടെ പ്രഭാഷണത്തിൽ അവർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് മര്യാദയ്ക്ക് പഠിക്കുക, എല്ലാം നമ്മൾ പഠിക്കണം എന്നാണെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. എല്ലാം പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പം എനിക്കറിയില്ല, ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് പത്രങ്ങളുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന പത്രമുണ്ട്. ഈ പഠനം പൂർത്തിയായത് 2022 ജനുവരിയിലാണ്. 4 മാസമായി. നിങ്ങൾ എവിടെയെങ്കിലും ഈ സാധനത്തെപ്പറ്റി, ഈ 6th എക്സിബിഷനെ പറ്റി എവിടെയെങ്കിലും ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ച ഒരാളുണ്ടെങ്കിൽ കൈവയ്ക്കണം. One person who has got to read about this Hawaii University study and the impact that it is going to have on all of us. വായിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിലെയോ ഇംഗ്ലീഷിലെയോ ഒരു ഇന്ത്യൻ മാധ്യമം നിങ്ങൾക്കിത് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരാൾ കൈവദിച്ചാൽ മതി. ചാൻസ് കുറവാണ്. നിർഭാഗ്യവശാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകർക്ക് പോലും പല ആൾക്കാർക്കും ഇത് അറിഞ്ഞുകൂടാം. ദേ ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്, ദേ ഡോണ്ട് വോണ്ട് ടു നോ അബൌട്ട് ഇറ്റ്. ഞാൻ നോർവേ യൂണിവേഴ്സിറ്റിയുടെ പഠനത്തെപ്പറ്റി പറഞ്ഞു. നോർവേ യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൽ അവരും ഒരു മിക്സഡ് ബാഗാണ്. അത് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള കോവിഡിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റി മാത്രമാണ് അവർ പഠിച്ചത്. അതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ലോപ്പ് സൈഡഡ് ബാലൻസാണ്. ആ പഠനവും 2020 വർഷം 2020 ജൂലൈ മാസം മുതൽ 2021 നവംബർ വരെ നടത്തിയ പഠനമാണ്. ആ പഠനത്തിൽ അവർ പറയുന്നത്, കൺസ്ട്രക്ഷൻ മേഖലയിൽ കോവിഡിനോടുള്ള പ്രതികരണം വരുന്നത് അവിശ്വസനീയമായ രീതിയിലാണ്. ഒരു വിഭാഗം കൺസ്ട്രക്ഷൻ ആൾക്കാർ പറയുന്നത്, ഞങ്ങൾക്ക് 1.5 വർഷം ഞങ്ങൾക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് വളരെ കഷ്ടപ്പാടായിരുന്നു. സോ വി വിൽ ഗോ ഓൾ ഔട്ട് ആൻഡ് നൗ ടു കൺസ്ട്രക്ഷൻ. അങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന 2 വലിയ രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും. നമ്മളവിടെ എത്തിയിട്ടില്ല, ചിലപ്പോൾ എത്തിയേക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള റിയാക്ഷൻ, ഇത് നോർവേ യൂണിവേഴ്സിറ്റി പറയുന്നത് ഇറ്റ് ഇസ് ബാഫ്ലിംഗ്. ഇത്രയും വലിയൊരു മഹാമാരി ഉണ്ടായി, ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു, എന്നിട്ട് കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചു, എന്നിട്ട് ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അല്ലെങ്കിൽ അതിൻ്റെ ശ്രമം, എല്ലാം നമ്മൾ പഠിക്കണമെന്ന് ഒന്ന് ഇൻട്രൻസിക് ആയിട്ടെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം, അതില്ല എന്നുള്ളതാണ് വളരെ ആശങ്കാജനകമായ ഒരു കാര്യം. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ തുടങ്ങിയതല്ല, കുറേ നൂറ്റാണ്ടുകളായി തുടങ്ങിയതാണ്. ജാതിക്ക നമ്മുടെ ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ഇപ്പം ജാതിക്കയുടെ യാത്രയെപ്പറ്റി വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ എഴുത്തുകാരനായ അമിതാഭ് ഘോഷ് കഴിഞ്ഞ വർഷം ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേര്
ഞാനിപ്പോൾ വായിച്ച് കൊണ്ടിരിക്കുന്ന പുസ്തകമാണ്, പക്ഷേ പേര് കൃത്യമായിട്ട് കുറച്ച് ലോങ് അഗെയിൻ കുറച്ച് നീണ്ട പേരാണ്, അതുകൊണ്ടാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ദ നട്ട്മെഗ്സ് കേഴ്സ്. നട്ട്മെഗ് എന്ന് വെച്ചാൽ ജാതിക്ക, ജാതിക്കയുടെ ശാപവും, പാരബിൾസ് ഫോർ എ പ്ലാനറ്റ് ഇൻ ക്രൈസിസ്. പ്രതിസന്ധിയിലായ ഒരു ഗൃഹം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി, പ്രതിസന്ധിയിലായ ഒരു ഗ്രഹവും ഗ്രഹത്തെപ്പറ്റിയുള്ള അന്യാപദേശ കഥകൾ, പാരബിൾസ്. പ്രതിസന്ധിയിലായ ഒരു ഗ്രഹത്തെപ്പറ്റിയുള്ള അന്യാപദേശ കഥകളും ജാതിക്കയുടെ ശാപവും. അപ്പോൾ എന്തായി ജാതിക്കയുടെ ശാപം? ഈ ജാതിക്ക ലോകം യൂറോപ്യൻസിന് എപ്പോഴും അത് വെസ്റ്റ് ഇൻഡീസ് ആയിക്കോട്ടെ, ഈസ്റ്റ് ഇൻഡീസ് ആയിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളിലേക്കും വരുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടം നമ്മുടെ സ്പൈസസ് ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കുരുമുളക്, കേരളത്തിൽ കുരുമുളക്, ഏലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഈ പസഫിക് സമൂഹത്തിൽ തന്നെ ബന്ദാന ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് താഴെ, ഈ ആസ്ട്രേലിയക്ക് പപ്പാന്യൂഗിയനൊക്കെ അടുത്ത് വരുന്നൊരു സ്ഥലം. അവിടെയാണ് ജാതിക്ക സ്വാഭാവികമായി തന്നെ വലുതായിട്ടുണ്ടായിരുന്നത്. 1621 അമിതാഭ് ഘോഷിൻ്റെ ഈ കഥനത്തിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് ഒരു ദിവസത്തിലേക്ക് അതിനെ കൊണ്ട് സ്ഥാപിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ജാതിക്കയുടെ ശാപം ലോകത്തിന് വരാൻ തുടങ്ങിയത്? ഈ ബന്ദാന ഐലൻഡ്സിലെ ട്രൈബൽസ്, ആദിവാസികളാണ് ഈ ജാതിക്ക അവർ ഉണ്ടാക്കുന്നു, അവരത് ക്രയവിക്രയം ചെയ്യുന്നു, ചെറിയ രീതിയിൽ ജീവിക്കുന്നു. അപ്പോൾ ഒരു ഡച്ച് സൈന്യം അവിടെ വരികയും അവർ ഈ ജാതിക്ക് മുഴുവൻ ബലം പ്രയോഗിച്ചു ഈ പാവപ്പെട്ട ആദിവാസികളെ ശാരീരികമായി ഉപദ്രവിച്ചു അവരെ തടങ്കിലാക്കി ഈ ജാതിക്ക് അവർ എടുത്തു കൊണ്ടുപോവുകയും അതിനെ ലോകം മുഴുവൻ കൊണ്ടുപോകുന്ന വലിയൊരു വിപണന പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. അവിടുത്തെ പരിസ്ഥിതി നശിച്ചു. ആ പരിസ്ഥിതി നാശത്തിൻ്റെ, പസഫിക് ഏരിയയിലെ പ്രധാനപ്പെട്ട ദ്വീപിൻ്റെ പരിസ്ഥിതി നാശത്തിൻ്റെ ആഘാതം അറ്റ്ലാന്റിക് കടന്ന് അമേരിക്കയിലെത്തി, അത് യൂറോപ്പിലേക്ക് വന്നു, അത് ആഫ്രിക്കയിലേക്കും ഇന്ത്യയിലേക്കും വന്നു എന്നാണ് അമിതാഭ് ഘോഷിൻ്റെ ഈ വളരെ എല്ലാവരും വായിച്ചിരിക്കേണ്ട, അവശ്യം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദ നട്ട്മെഗ്സ് കേഴ്സ്, ജാതിക്കയുടെ. അപ്പം എന്താ പറയുക, കച്ചവടം, അന്ധമായ കച്ചവടം ഡോക്ടർ PS വാര്യർ നടത്തിയതുപോലുള്ള കച്ചവടമല്ല, ഡോക്ടർ PK വാര്യർ തുടർന്നതുപോലെയുള്ള മാന്യമായ കച്ചവടമല്ല, അന്ധമായ ലാഭേച്ഛയുള്ള കച്ചവടം. അതെല്ലാ കാലത്തും നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെ ഒക്കെ നശിപ്പിക്കുകയും തകർക്കുകയും ചെയ്തിട്ടുള്ള ഒരു ത്വരയാണ്, ഒരു വലിയ അർജാണ്. അത് ആ ത്വര ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല. ആ ത്വര ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയുക, ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് പത്രപ്രവർത്തനം ചെയ്യുന്ന കഴിഞ്ഞ 40 വർഷമായി ഈ പണി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോകാത്ത ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ, ആൻഡമാൻ നിക്കോബാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും പോയിട്ടുണ്ട്, എല്ലായിടത്തും ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും ദീർഘകാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ യാത്രകൾക്കെല്ലാം ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായ ബയോഡൈവേഴ്സിറ്റിയാണ്. വൺ ഓഫ് ദ ബയോഡൈവേഴ്സിറ്റി സെൻറ്റേഴ്സ് ലോകം മുഴുവൻ തന്നെ എടുത്ത് പരിശോധിച്ചാൽ വലിയ ബയോഡൈവേഴ്സിറ്റിയുള്ള കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം. ഇത് നിലനിൽക്കേണ്ടത്, ബന്ദാന ഐലൻഡ്സ് അക്കാലത്ത് നിലനിൽക്കേണ്ടത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ ബയോഡൈവേഴ്സിറ്റി നിലനിൽക്കുക എന്നുള്ളത്. ഞാൻ ഇന്ന് ഓർത്തെടുത്ത ഇന്നേ തുടങ്ങണം, എല്ലാം നമ്മൾ പഠിക്കണം എന്ന മുദ്രാവാക്യം നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ മാത്രമല്ല, കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും
എല്ലാതരം ജാതി മത വ്യവസ്ഥകളിൽപ്പെടുന്നവൾ, എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെടുന്ന ആൾക്കാരും, കക്ഷി രാഷ്ട്രീയത്തിൽപ്പെടാത്ത ആൾക്കാരും, ജാതിയിലും മതത്തിലും ദൈവത്തിലും വിശ്വസിക്കാത്ത ആൾക്കാരും എല്ലാവരും ഈ ഒരു ആഹ്വാനം ഏറ്റെടുക്കുക. വംശനാശം 7 ദശലക്ഷം വർഷം ദൂരെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടൊന്നും കുറയാൻ പോകുന്നില്ല. ഇതെല്ലാം കൂടെ സാകല്യത്തിൽ നോക്കുക. ലോകത്തെ നോക്കുക, കേരളത്തെ നോക്കുക, PS വാര്യരുടെയും PK വാര്യരുടെയും ജീവിതം നോക്കുക. എങ്ങനെ ആര്യവൈദ്യശാല ഒരു ക്രിയാത്മകതയുടെ മൂർത്തിമത് ഭാവമായിട്ട് എങ്ങനെ മനുഷ്യർക്കിടയിൽ ഇപ്പം നിൽക്കുന്നു, അതെങ്ങനെ ഒരേ സമയം പാരമ്പര്യത്തെയും ആധുനികതയും ഒഴുക്കിച്ചേർക്കുന്നു, അതിന് രണ്ടിനെയും അപ്പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നു എന്നത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി എന്തെങ്കിലും ദിവസവും ചെയ്യുക എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ, എന്ന് ആത്മാർത്ഥമായും ആശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. വൈദ്യരത്നം PS വാര്യർ അനുസ്മരണ പ്രഭാഷണം. അഭിവന്ദ്യനായ പ്രശസ്ത നാടകകൃത്ത് ശ്രീ ഓംചേരി NN പിള്ള ഓൺലൈനായാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ വിനയ ബഹുമാനങ്ങളോടെ ക്ഷണിക്കുന്നു. ബഹുജനഹിതായ ബഹുജൻ സുഖായ എന്ന സുഭാഷിതം കേൾക്കുമ്പോൾ എല്ലാം എൻ്റെ ഓർമ്മയിൽ വരുന്നത് അത് കോട്ടക്കൽ ആര്യവൈദ്യശാലയെക്കുറിച്ചുള്ള അന്വർത്ഥമായ ഒരു നിർവചനം എന്നാണ്. ജനങ്ങളുടെ സുഖത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഒരു സേവന കേന്ദ്രം. അത്തരത്തിലുള്ള മറ്റൊരു സ്ഥാപനം എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. അതല്ലാതെ മനുഷ്യാണാം മനുഷ്യത്വം എന്ന മഹത്വചനത്തിൻ്റെ ഉദാഹരണമെന്ന പോലുള്ള ഒരു സ്ഥാപനം കോട്ടക്കൽ ഐതിഹ്യശാലയുടെ പുരുഷാകാരമായിരുന്ന ആര്യവൈദ്യൻ PS വാര്യർ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അർത്ഥത്തിന് വ്യതിയാനം വന്നുപോയ ഒരു പ്രയോഗമാണ് ബഹുമുഖ പ്രതിഭ എന്നുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒട്ടും തേയ്മാനം വരാത്ത അർത്ഥം ആയിരുന്നു അദ്ദേഹത്തെപ്പറ്റി, PS വാര്യരെപ്പറ്റി പറയുമ്പോൾ ബഹുമുഖ പ്രതിഭ. ചികിത്സാ രംഗത്തായാലും മനുഷ്യസേവന രംഗത്തായാലും ഗവേഷണ രംഗത്തായാലും വ്യവസായ രംഗത്തായാലും ഏത് രംഗമെടുത്താലും അതിലെല്ലാം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു അദ്ദേഹം. ഒരുപക്ഷേ ഇത്ര മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ സൃഷ്ടാവാൻ കഴിയുക എന്നുള്ളത് ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അസാധ്യമായ ഒരു കാര്യം ആണെന്ന് തോന്നും. പക്ഷേ PS വാര്യരെ സംബന്ധിച്ചിടത്തോളം അത് സുസാധ്യമായ ഒന്നായി തീർന്നത് അദ്ദേഹത്തിൻ്റെ കഠിനമായ അധ്വാനം, ദീർഘവീക്ഷണം, പ്രയോഗത്തിലുള്ള ചാതുര്യം, എല്ലാത്തിലും ഉപരിയായി ദൈവാനുഗ്രഹം. ഇതായിരുന്നു PS വാര്യർ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഈ അടിസ്ഥാനമിടാനും വളർത്തിക്കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് സാധിച്ചത്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ദീപാരാധനയോടനുബന്ധിച്ച് ശാന്തിക്കാരൻ വിഗ്രഹം നെഞ്ചോട് ചേർത്ത് വെച്ച് നടക്കുമ്പോൾ, പ്രതിഷ്ഠ വയ്ക്കുമ്പോൾ അതിനു മുമ്പേ ഒരു കോൽവിളക്കുമായി, പ്രകാശം പരത്തുന്ന ഒരു കോൽവിളക്കുമായി ഒരാൾ നടക്കും. അത് എൻ്റെ നാട്ടിൽ ആ ചടങ്ങ് ചെയ്തിരുന്നത് വാര്യന്മാരാണ്. പണ്ഡിതന്മാരും പ്രതിഭാശാലികളുമായ വാര്യന്മാർ. അവർ
ഈ കോൽവിളക്കം പിടിച്ച് നടക്കുന്നതിന് പിന്നീട് എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടപ്പോൾ എൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ ദേവൻ്റെ മുന്നിൽ ആ പ്രകാശം പരത്തിക്കൊണ്ട് നടന്നിരുന്ന വാര്യർ ദൈവത്തിൻ്റെ ആ പ്രതിഷ്ഠാമൂർത്തിയുടെ പ്രതിനിധിയായിരുന്നു. അത് എല്ലാ സ്ഥലങ്ങളിലും ഈ വാര്യന്മാർ മാല കെട്ടുന്നത് അവരുടെ ഒരു കുലവൃത്തിയായിട്ടാണ് കരുതിയിരുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ, നാലമ്പലത്തിനുള്ളിൽ ഒരു ഭാഗത്ത് വാര്യന്മാർ ഇരുന്ന് മാല കിട്ടും. അത് ആ മാലയാണ് അകത്തെ അലങ്കാരത്തിന് എടുക്കുന്നത്. വാര്യന്മാർ മാല കെട്ടുക മാത്രമല്ല, ദീപാരാധന കഴിഞ്ഞ് നടയടച്ചു കഴിഞ്ഞാൽ വാര്യരാശൻ ബലിക്കൽപ്പുരയിൽ കുറേ സമയം ഇരിക്കും. വാര്യരാശൻ ബലിക്കൽപ്പുരയിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അറിവും മറ്റുള്ള ഈ ചിന്തകളും ചുറ്റുപാടുമുള്ളവരോട് പങ്കുവയ്ക്കാനാണ്. എല്ലാവർക്കും വാര്യരാശൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അറിയാൻ താല്പര്യമുള്ളവർ അവരും വന്ന് ബലിക്കൽപ്പുരയിൽ കുറേ നേരം ഇരിക്കും. അപ്പോഴാണ് ഈ വാര്യർ അദ്ദേഹത്തിൻ്റെ നന്മയും അറിവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അവിടുന്ന് ഈ കാഴ്ച എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളതും വാര്യരാശന്മാരെ പറ്റിയുള്ള എൻ്റെ അറിവും അഭിപ്രായവും രൂപീകരിക്കാൻ ഏറ്റവും പ്രയോജനപ്പെട്ടതാണ്. അക്കാലത്ത് ഒരു നൂറ്റാണ്ടിന് മുമ്പ് ശാങ്കുണ്ണി, പാങ്കുണ്ണി, കുഞ്ഞുണ്ണി തുടങ്ങിയ വിളിപ്പേരുകൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ സാധാരണമായിരുന്നു. അന്നാണ് വടക്കേ മലബാറിൽ ഒരു ശാങ്കുണ്ണിയും ഒരു പങ്കുണ്ണിയും ഉണ്ടായിരുന്നത്. ഒരേ കാലത്ത് ഏതാണ്ട് അടുപ്പിച്ചടുപ്പിച്ച സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന ശാങ്കുണ്ണിയും പങ്കുണ്ണിയും പിന്നീട് പ്രഖ്യാതന്മാരായിത്തീർന്നു. ഈ രണ്ട് പേരെയും പങ്കുണ്ണി BP മേനോൻ എന്ന പേരിൽ ഇന്ത്യ മഹാരാജ്യം കെട്ടിപ്പടുക്കാൻ ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി സ്വാതന്ത്ര്യം ലഭിച്ച 500-ലധികം ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിച്ച് നിർത്താനും ഇന്ത്യക്ക് ഒരു ഭരണഘടന രചിക്കാനും മുൻകൈയെടുത്തതും അത് പ്രായോഗികമാക്കി തീർത്തതും BP മേനോൻ എന്ന വാപ്പാല പാങ്കുട്ടി മേനോനാണ്. വാപ്പാല പാങ്കുട്ടി മേനോൻ 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിരുന്ന പങ്കുണ്ണി നാട് വിട്ട് കള്ളവണ്ടി കയറി പല സ്ഥലങ്ങളിലും കയറിയും ഇറങ്ങിയും നടന്ന് കൂലിപ്പണി ചെയ്തും ഒടുവിൽ ഡൽഹിയിൽ വന്നിരുന്നു. അന്ന് സെക്രട്ടേറിയറ്റിൽ ഏറ്റവും താഴ്ന്ന പടിയിൽ ഒരു ടെമ്പററി ക്ലാർക്കായിട്ട് ആരുടെ സഹായത്താൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. അവിടുന്ന് ടെമ്പററി ക്ലാർക്കായി, അസിസ്റ്റൻ്റായി, സെക്ഷൻ ഓഫീസറായി, ഇതെല്ലാം പടിപടിയായിട്ട് ഇങ്ങനെയുള്ള ഉയർച്ച അത്ഭുതാവഹമായിരുന്നു. അത്
8ാം ക്ലാസ്സുകാരനായ ഒപ്പാല പക്കുണ്ണി ഉയർന്ന് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഏതാണ്ട് ഡെപ്യൂട്ടി സെക്രട്ടറി മുകളിലുള്ള ജോലികളെല്ലാം ബ്രിട്ടീഷുകാരെതിരെ ചെയ്തിരുന്ന ഒരു കാലത്ത് ആണ് PP മേനോൻ ബ്രിട്ടീഷുകാർ ഉദ്യോഗസ്ഥന്മാരെ കടത്തിവെട്ടി മേപ്പെട്ടു പോയത്. ആ വാപ്പാലപ്പകുട്ടി മേനോൻ പിന്നെ PP മേനോൻ എന്ന പേരിൽ പ്രസിദ്ധനാവുകയും ഒറീസ ഗവർണർ ജനറലുടെ വൈസ്രായുടെ ഉപദേഷ്ടാവ് ഈ നിലകളിലെല്ലാം പ്രക്ഷോഭിക്കുകയും ചെയ്തിരുന്നു. ആ PP മേനോനെ ഇന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്കും രാഷ്ട്രമീമാംസ വിദ്യാർത്ഥികൾക്കും അല്ലാതെ മറ്റാർക്കും ഓർമ്മയില്ല. വൈദ്യരത്നം PS വാര്യരുടെ ആര്യവൈദ്യശാല എന്ന മലയാളികൾ മാത്രമല്ല വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ലോകത്തെ ഏത് ഭാഗത്തും അറിയപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനം ആണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല. PS വാര്യരുടെ ഈ യാത്ര സാഹസികമായ ഒരു ജൈത്രയാത്രയായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞ ദീർഘമായ വഴികളിലൂടെ വിജ്ഞാനദാഹിയായിരുന്ന യുവാവ് സ്വയം കണ്ടുപിടിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സ്വയം കണ്ടുപിടിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ച ഒരു ജൈത്രയാത്രയായിരുന്നത്. ആയുർവേദം ഗുരുകുലവാസത്തിലൂടെ മാത്രം കൈവന്നിരുന്ന ഒരു വിദ്യയായിരുന്ന കാലത്ത് പ്രഗത്ഭനും പണ്ഡിതനുമായ ഒരു ഗുരുവിനെ കണ്ടുപിടിക്കുക, അത് ഗുരുകുലവാസം എന്ന് പറഞ്ഞാൽ ആ പ്രഗത്ഭനായ ഒരു ഗുരുവിനെ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുകിട്ടുന്ന ഗുരു ഒരു കുട്ടിയെ തൻ്റെ ശിഷ്യനായി സ്വീകരിക്കാൻ തയ്യാറാകുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗുരുകുലവാസത്തിൽ അങ്ങനെ വരുമ്പോൾ ഈ ശിഷ്യൻ ഗുരുവിൻ്റെ സന്തത സഹകാരിയായിട്ടും നടക്കുക. ഗുരു എവിടെ പോകുന്നു കൂടെ പോകും. ഗുരു ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ കൂടെ നിന്നിട്ട് ആ രോഗനിർണയം, ഔഷധ നിർണയം, ചികിത്സാ സമ്പ്രദായം ഇതെല്ലാം കണ്ട് പരിചയിച്ച് അതിൽ നിന്നും സ്വയം അറിവ് സമ്പാദിക്കും. അന്ന് ഗുരുകുലവാസം ഒരു ശരിയായ ശിക്ഷണം എന്ന് പറഞ്ഞാൽ പോരാ, ശിക്ഷ എന്ന് പറയണം, ശരിയായ ശിക്ഷയായിരുന്നു. ഈ ശിഷ്യൻ ഗുരുവിൻ്റെ കൂടെ താമസിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാര്യങ്ങളും എല്ലാത്തിനും സഹകരിച്ച് എത്രയോ വർഷം കൊണ്ടാണ് സ്വന്തം ചിറകിൽ പറക്കാറാകുന്നത്. അങ്ങനെ പറക്കാറാകുമ്പോൾ സ്വന്തം ചികിത്സ, രോഗനിർണയം അതെല്ലാം അവനവന് തന്നെ ചാരിതാർത്ഥ്യം നൽകുന്ന രീതിയിൽ എത്തുന്നവരെയുള്ള കാര്യങ്ങൾ ഈ ഒരു വൈദ്യൻ മനസ്സിലാക്കണം. അന്ന് നാട്ടുവൈദ്യന്മാരാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നവരില്ല. നാട്ടുവൈദ്യന്മാർ ഈ എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും നാട്ടുവൈദ്യന്മാർ ഗുരുക്കന്മാരിൽ നിന്ന് കണ്ടുപിടിച്ചവരാണ്. അങ്ങനെ ഈ നാട്ടുവൈദ്യന്മാർ മാത്രമുണ്ടായിരുന്നൊരു കാലത്ത്, എൻ്റെ ബാല്യകാലത്ത് നാട്ടുവൈദ്യന്മാരായിരുന്നു എൻ്റെ നാട്ടിലുണ്ടായിരുന്നത്. അവർ
എന്തെങ്കിലും അസുഖം വന്നാൽ വൈദ്യരോട് പറയും. വൈദ്യൻ വന്ന് പരിശോധിച്ചിട്ട് രോഗനിർണയം നടത്തി ഔഷധ നിർണയം ഒരു കുറിപ്പടി തരും. വൈദ്യൻ ഇന്ന കുറുന്തോട്ടി, രാമച്ചം, കരിവേപ്പില ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ യോഗക്രമം പറഞ്ഞിട്ടൊരു കുറിപ്പടി. ആ കുറിപ്പടി കൊണ്ടുപോയി മരുന്ന് വിൽപ്പനശാലയിൽ ഈ കുറുന്തോട്ടിയെല്ലാം വിൽക്കാൻ ഉണ്ട്. അവരെല്ലാം കുറുന്തോട്ടിയും കരിജീരകവും എല്ലാം പൊതിയായിട്ട് കയറ്റിത്തരും. അതെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് സ്വയം കഷായം ഉണ്ടാക്കുക. ഈ കഷായത്തിൻ്റെ പാകം എല്ലാം വൈദ്യം പറയും. ഇത്ര ഇടങ്ങി വെള്ളത്തിൽ ഇത് വേവിച്ചിട്ട് ഇത്ര നാഴിയായിട്ട് ചുരുക്കി അത് കുറുക്കി എടുക്കുക. ഇതെല്ലാം ഒരു ഉരുളിയിട്ട് ചെയ്യുന്ന ആ സമ്പ്രദായം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നതാണ്. ഈ എല്ലാ വൈദ്യന്മാരും കുറിപ്പടി വന്നു കഴിഞ്ഞാൽ അവരുടെ ജോലി തീർന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇംഗ്ലീഷ് ഡോക്ടർമാർ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ പരിശോധിക്കുക. റെഡിമെയ്ഡ് ഉണ്ടാക്കി വച്ച മരുന്ന് കൊടുക്കുക. അത് എല്ലാവർക്കും ഉണ്ടാക്കി വെച്ച് കുറിപ്പടി കൊടുക്കുന്നത് രാമചന്ദ്രനും കുറുന്തോട്ടിക്കുമല്ല, കുറിപ്പടി കൊടുക്കുന്നത് ഇന്ന മരുന്ന് വാങ്ങിക്കുക. അപ്പോൾ ആ മരുന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കുപ്പിയിലാക്കി ഒരു സ്റ്റാൻഡർഡൈസേഷൻ, അതിൻ്റെ ചേരുവയിലും നിർമ്മാണത്തിലും ഔഷധത്തിൻ്റെ ഗുണത്തിലും ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മരുന്ന് ഔഷധം കുപ്പിയിലാക്കി സീൽ ചെയ്ത് അങ്ങനെ വിതരണം ചെയ്യാൻ അതിൻ്റെ ഫലം കൂടും എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് അതിൻ്റെ വ്യാവസായിക ദൃഷ്ടിയോടുകൂടി അതുണ്ടാക്കുകയും ഇങ്ങനെ എല്ലാത്തിലും ശാസ്ത്രീയത, ചികിത്സയിലും ഔഷധ നിർമ്മാണത്തിലും ഔഷധ വിതരണത്തിലും ഒരു ശാസ്ത്രീയത ഉണ്ടാക്കിയ, പ്രായോഗിക ശാസ്ത്രീയത ഉണ്ടാക്കിയ ഒരു മഹത് വ്യക്തിയായിരുന്നു ആര്യവൈദ്യൻ ശ്രീ PS വാര്യർ. വൈദ്യരത്നം PS വാര്യർ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം അറിവും ഗവേഷണവും അറിയാനുള്ള ത്വരയും ഇതെല്ലാം ഉൾച്ചേർന്ന ഒരു മഹത് വ്യക്തി ആയിരുന്നു ആര്യവൈദ്യൻ PS വാര്യർ. വൈദ്യരത്നം കോട്ടക്കൽ PS വാര്യരെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചികിത്സാ പഠനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സംഘടന പഠനത്തെക്കുറിച്ചും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു കോട്ടക്കൽ വൈദ്യശാലയിലെ പ്രയോഗക്രമങ്ങളും രീതിയും ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ എനിക്ക് ഡൽഹിയിലെ കോട്ടക്കൽ വൈദ്യശാലയും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്വന്തം അനുഭവം പങ്കുവയ്ക്കാൻ ഈ സന്ദർഭത്തിൽ അത് പ്രസക്തമായി. അന്ന് ഓഫീസിൽ നിന്ന് ആണ്ടിൽ ഒരു 10 ദിവസം അടുപ്പിച്ച് അവധിയെടുത്ത് ഞാൻ കോട്ടക്കൽ ആശുപത്രിയിൽ പോയി അവിടുത്തെ ചികിത്സ ആ സമ്പ്രദായത്തിൽ അവിടെ തന്നെ താമസിക്കുമായിരുന്നു. അവിടെ താമസിച്ചുകൊണ്ട് 10 ദിവസം കിഴി പിഴിച്ചിൽ ഇതെല്ലാം നടത്തും. കിഴിയും പിഴിച്ചിലെല്ലാം വളരെ അവിടുത്തെ ആ ശാസ്ത്രീയമായ രീതിയിൽ
അവിടെ ആ തോണിയിൽ കിടന്നിട്ട് 2 പേര് വന്ന് ഈ എണ്ണയിൽ മുക്കി ഇടംവല നിന്നിട്ട് ശരിക്കും പിഴിച്ചിൽ തന്നെ നടത്തുന്നത് എനിക്ക് ഈ അനുഭവത്തിൽ നിന്നും ഇപ്പോഴും അത് ഓർമ്മ വരും. ആ തുണിയിൽ കിടത്തിയിട്ട് ഇടം വലറ്റ് പേർന്ന് ചെയ്യുക. അതുമാത്രമല്ല, അവിടെ ചികിത്സയ്ക്ക് വരാൻ താല്പര്യമുള്ള ചിലരെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു തോമസ് ഉണ്ടായിരുന്നു. ഞാൻ മലയാളം കൈകൊണ്ട് എഴുതുന്നത് ടൈപ്പ് ചെയ്ത് തരുന്ന ഒരു തോമസ്. ആ തോമസ് ജീവിച്ചിരുന്നത് ഇതുപോലുള്ള ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആദായം കൊണ്ടാണ്. ഒരിക്കൽ ഞാൻ തോമസിനെ വിളിച്ചപ്പോൾ തോമസ് അസുഖമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിങ്ങൾ ഇങ്ങോട്ട് വരിക. വന്നപ്പോൾ അടുത്ത് തികച്ചും അവശനായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, രമേശ് വാര്യരോട് ഇയാളെ ഒന്ന് നോക്കണം. രമേശ് വാര്യർ കണ്ട ഉടനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യൂ. അപ്പോൾ അയക്ക് അഡ്മിറ്റ് ചെയ്യാൻ കാശൊന്നുമില്ല, അതൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്യൂ, ഇവിടെ കിടന്ന് ചികിത്സിക്കാം, ഇവിടെ മരുന്നും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നോക്കും, ഇവിടെ കിടക്കാൻ പറഞ്ഞു. തോമസ് 3 ആഴ്ച അവിടെ കിടന്നു. നല്ല 3 ആഴ്ച ചികിത്സ കൊണ്ട് വളരെ മിടുക്കനായിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഈ രമേശ് വാര്യർ എന്നോട് പറഞ്ഞു, ഇത് കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപകൻ ചെയ്ത ഒരു സൽകൃത്യമാണ്. കുറച്ച് പേരെ ധർമാശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് എല്ലാ ചികിത്സയും ഫ്രീ ആയിട്ട് ചെയ്യുക. മറ്റ് സാധാരണ ഈ കിടത്തി ചികിത്സിക്കുമ്പോൾ എന്തെല്ലാം ചിലവ് വരുമോ അതേ ചിലവെല്ലാം ഈ ധർമാശുപത്രിയുടെ ചിലവിൽ ഈ രോഗിക്കുണ്ടാകും. അത് ഫ്രീയാണ്. അത് നിർബന്ധമായിട്ടും ഈ ചെയ്തുകൊള്ളണം എന്ന PS വാര്യർ അദ്ദേഹത്തിൻ്റെ ഒസ്യത്തിൽ എന്ന് പറഞ്ഞാൽ വില്യം ടെസ്റ്റമെൻറ്റ് അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് കോട്ടക്കൽ എവിടെയാണെങ്കിലും ഈ ധർമാശുപത്രി മറ്റാശുപത്രിയിലെ എല്ലാ സൗകര്യങ്ങളിലും ലഭിക്കുകയും അതേ സമയത്ത് ചിലവില്ലാതെ കുറേ പേരെ ചികിത്സിക്കുകയും ചെയ്തത് ഈ ഒസ്യത്തിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് PS വാര്യർ. വരുമാനത്തിൽ ഇത്രയൊരു അംശം മാത്രമേ മൂല്യവർദ്ധനവിന് എടുക്കാവൂ, ബാക്കി മുഴുവൻ ധർമ്മകാര്യങ്ങൾക്ക് ചിലവാക്കണം. ഇങ്ങനെ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒന്നും ചിലവാക്കാൻ പാടില്ല. അതനുസരിച്ചാണ് അവരിന്നും ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് നോക്കുമ്പോൾ എനിക്ക് ആ ഉസ്യത്ത് അന്ന് മഹാത്മാഗാന്ധി ഈ എല്ലാവരുടെയും മൂലധനം എന്ന് പറയുന്നത് നാം ഒരു ട്രസ്റ്റിയാണ്. നമ്മളെല്ലാം സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ട്രസ്റ്റിഷിപ്പാണ്. നമ്മുടെ ഇൻകം, സ്വത്ത്, ഇതെല്ലാം ട്രസ്റ്റിഷിപ്പ് എന്നുള്ളത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഉള്ള മൂലധനമാണത്. ആ മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആണ് PS വാര്യർ ഒസ്യത്ത് എഴുതി. ആ ട്രസ്റ്റിഷിപ്പിൽ എന്തൊക്കെയാണോ പറയുന്നത്, മൂലധനം തൻ്റെ സ്വത്തെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ് എന്നുള്ള ആശയം ആദ്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നത് PS വാര്യരാണ്. PS വാര്യരുടെ ഒസ്യത്തിൽ ഇതുപോലെ എത്രയോ മഹത്തായ ചിന്തകൾ അടങ്ങിയിട്ടുണ്ട്. ആ ഒരു ആദർശ ജീവിതയ്ക്ക് മാത്രം അന്ന് വ്യവസായവും ചികിത്സയും എല്ലാം കൂടെ സമന്വയിപ്പിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് PS വാര്യർ ഒസ്യത്തിലൂടെ നടപ്പാക്കിയിട്ടുള്ളത്. യാതൊന്നും ഈ കുടുംബത്തിലേക്ക് വേണ്ടി എടുക്കാതെ അതിൻ്റെ ഒരംശം മാത്രം, 1% മാത്രം
കുടുംബകാര്യങ്ങൾക്ക് ചിലവക്കുക, ബാക്കിയെല്ലാം ഇതുപോലുള്ള സേവന ക്രിയകൾക്കായി ചിലവക്കുക. ഇതാണ് ആ ഉഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ ആ ഉഷ്യത്ത് ഇന്നും നടപ്പാക്കുന്നത് ആ കുടുംബത്തിൻ്റെ എല്ലാ അംഗങ്ങളും ആ ഉഷ്യത്തിൻ്റെ സാരാംശം മനസ്സിലാക്കുകയും അത് ചെയ്യേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് ഉള്ള അറിവോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവരായതുകൊണ്ടാണ് ഇവിടെ ആ കുടുംബം ഇന്നും ഒരു സുഹൃതം പോലെ. നമ്മൾ കുടുംബ സുഹൃതം എന്ന് പറയുന്നത് ഈ മഹത്തായ പാരമ്പര്യവും വിശാലതയും ഹൃദയവിശാലതയും എല്ലാം സമന്വയിപ്പിച്ച് കൊണ്ടുപോകുക എന്ന കുടുംബ പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് കുടുംബ സുഹൃത്തും. കോട്ടയ്ക്കൽ ആശുപത്രിയിൽ ആയി ബന്ധപ്പെട്ടവരെല്ലാം, ആ കുടുംബവുമായി ബന്ധപ്പെട്ടവരെല്ലാം ആ കുടുംബത്തിൻ്റെ സുഹൃതം എന്ന് പറയാൻ തികച്ചും പറയാൻ കഴിയുന്നത് അവരെല്ലാം ഈ ഉസ്യത്തിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നവരും ഈ സ്ഥാപനം അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ഓരോ പ്രവൃത്തിയും ആ സ്ഥാപനത്തിന് വേണ്ടി ഉസ്യത്തിൻ്റെ പാരമ്പര്യം ദർശനവും അനുസരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വ്യഗ്രതയുള്ളവരാണ്. ആ സുഹൃതം, ഈ കുടുംബ സുഹൃതം നിലനിർത്തിക്കൊണ്ടു പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്. ഞാൻ ആ പ്രാർത്ഥനയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ആ സുഹൃതം നീനാൾ മങ്ങലേക്കാതെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി സർ. നേരത്തെ പ്രകാശനം ചെയ്ത PS വാര്യർ 150-ാം ജന്മവാർഷിക സ്മരണികയോടൊപ്പം 2 പുസ്തകങ്ങൾ കൂടി ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. The book, As Memory Unfolds, by Sri Vivek Vijayan is a book on Dr. P.K. Warrior, is published by Sahitya Pravartaka Cooperative Society, Kottayam. This book is released here by Sri Prabhat Kumar IAS retired, presenting the copy to Dr. K.M. Muralidharan, Trustee and Additional Chief Physician. We cordially invite you both for the same. Thank you, sir. ഐബുക്സ് കോഴിക്കോട് പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ N. ബിജി എഴുതിയ കേരളീയ ദൃശ്യവേദിയും PS വാര്യരുടെ സംഗീത നാടകങ്ങളും എന്ന പുസ്തകം ശ്രീ വെങ്കിടേഷ് രാമകൃഷ്ണൻ, ജോയിൻറ്റ് ജനറൽ മാനേജർ ശ്രീ P. രാജേന്ദ്രൻ സാറിന് നൽകി പ്രകാശനം ചെയ്യുകയാണ്.
ഇരുവരെയും പ്രകാശന കർമ്മത്തിനായി സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു തേഴ്സ്. സദസ്സിനോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ വിവേക് വിജയനെ സാദരം ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സാധ്യക്ഷ സദസ്സിന് വന്ദനം. അച്ഛൻ ഡോക്ടർ PK വാര്യർ, അച്ഛമ്മ ഡോക്ടർ കെ മാധവിക്കുട്ടി വാര്യർ, അച്ഛൻ വിജയൻ വാര്യർ എന്നിവരുടെ പാവന സ്മരണയിൽ അഞ്ജലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നിങ്ങളിൽ പലരും ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ചെക്കൻ ഇപ്പം എന്തിനാ ഒരു ഗുരുസ്തുതിയായിട്ട് തുടങ്ങിയതാണ്. ഈ ചെക്കൻ എന്ന് പറയാൻ കാരണം കുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അകൽച്ച തോന്നും, ചെക്കനാണ് കുറച്ചുകൂടി ഒരു ഇമ്പം കൂടുതൽ, അതുകൊണ്ടാണ് ചെക്കൻ എന്നുള്ള പ്രയോഗം. താങ്ക് യു. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. എൻ്റെ ഒരു വിശ്വാസം അനുഭവങ്ങളാണ് ഒരാളുടെ വ്യക്തിത്വ രൂപീകരണത്തിന് കാരണമാകുന്നത് എന്നാണ്. അപ്പോൾ ഈ 36 വർഷത്തെ അനുഭവം, അതിൽ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അധ്യാപകർ എന്നുവേണ്ട ഒരു ക്ഷണം എന്നോടൊപ്പം ചെലവഴിച്ച എല്ലാവർക്കും അതിൽ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അനുഭവത്തെക്കാൾ വലിയ ഗുരു ഇല്ല എന്നാണ് പ്രമാണം. അപ്പോൾ ഗുരുക്കന്മാർക്ക് നന്ദി പറയാതെ അല്ലെങ്കിൽ വന്ദിക്കാതെ തുടങ്ങുന്നത് നന്നല്ല. അതുകൊണ്ടാണ് ഈ ഗുരുസ്തുതി. ഇനി പുസ്തകത്തെക്കുറിച്ചാണെങ്കിൽ ഒരു എഴുത്തുകാരനേക്കാൾ എന്തുകൊണ്ടും ആസ്വാദകർക്കാണ് അതിനെക്കുറിച്ച് നിരൂപണം നടത്താനുള്ള ഏറ്റവും അധികാരം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് നിങ്ങളിൽ ഏൽപ്പിച്ച് ഈ ഒരു ചടങ്ങിന് എന്നെ ക്ഷണിക്കുകയും അല്ലെങ്കിൽ എൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ച വൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ, മറ്റ് ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ, അതുപോലെ തന്നെ NBS കോട്ടയം, നാഷണൽ ബുക്ക് സ്റ്റോൾ കോട്ടയം, അവരാണിത് പ്രസിദ്ധപ്പെടുത്തിയത്. അപ്പോൾ എൻ്റെ 4 വർഷത്തെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ച ഈ 2 പ്രസ്ഥാനത്തിനോടും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വിവേക്. 2 വാക്ക് സംസാരിക്കുന്നതിനായി ഡോക്ടർ N ബിജിയെ സാദരം ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്, അതിലേറെ അഭിമാനത്തോടും കൂടി. കാരണം ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത്, ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതെനിക്ക് സാധ്യമാക്കി തന്നത് മഹാനായ വൈദ്യരത്നം PS വാര്യർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച്, സംഗീത നാടകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് എനിക്ക് ഗവേഷണ ബിരുദം കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ
പ്രത്യേകിച്ച് ഇവിടെ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ ഡയറി വായിക്കുന്നത് ഒരു അപൂർവമായൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം വൈദ്യരത്നം PS വാര്യർ എന്ന വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ ആ ഒരു വായനയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. അപ്പോൾ PS വാര്യർ എന്ന മഹാന് നമുക്ക് ആര്യവൈദ്യശാല സ്ഥാപകൻ, ഒരു മഹാനായ വൈദ്യൻ എന്നുള്ള നിലയിലൊക്കെ എല്ലാവർക്കും പരിചിതമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരുപാട് മേഖലകളിൽ കൈവച്ച ആളായിരുന്നു അദ്ദേഹം മഹാനായ കലാകാരനായിരുന്നു, നാടകപ്രവർത്തകനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഈ ഒരു സാഹചര്യം എനിക്ക് സാധ്യമാക്കി തന്നത് ഒരുപാട് ആളുകളാണ്. ആര്യവൈദ്യശാലയിലെ പ്രവർത്തകർ ഒരുപാട് പേര് ഈ ഒരു യാത്രയിൽ എനിക്ക് സ്മരിക്കാനുണ്ട്, ഈ ഒരു യാത്ര സാധ്യമാക്കിയതിൽ. കാരണം 2012 എനിക്ക് ഗവേഷണ ബിരുദം കിട്ടിയത്. അന്ന് തുടങ്ങി ആ ഒരു ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്ത മുതൽക്ക് ഞാൻ ആദ്യമായിട്ട് അനുവാദം വാങ്ങിയത് നമ്മുടെ മുൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PK വാര്യർ അദ്ദേഹത്തിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് എനിക്ക് വൈദ്യശാല ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം എടുക്കുവാനുള്ള അനുമതി തന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം അതിനുള്ളൊരു അനുവാദം തന്നത്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. തുടർന്ന് പബ്ലിക്കേഷനിലെ ആര്യവൈദ്യശാല ലൈബ്രറിയിലേക്ക് അവിടെ നിന്നൊക്കെ വളരെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പരമശിവവിലാസ നാടക കമ്പനി കേരളത്തിലൊരു ഏകദേശം 30 വർഷക്കാലം കേരളത്തിലെ മികച്ച നാടക കമ്പനിയായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മഹാനായ PS വാര്യരുടെ അദ്ദേഹത്തിൻ്റെ ഒരു സംഘാടന മികവ് തന്നെയാണ് പ്രധാനം. ഞാൻ അധികമാരുമായിട്ടൊരു ഷെയർ പങ്കുവയ്ക്കാത്തൊരു കാര്യമുണ്ട്. പരമശിവവിലാസം എല്ലാവരും കരുതുന്നത് പോലെ PS വാര്യർ എന്നുള്ളതാണ്, PSV എന്നുള്ളത് PS വാര്യർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ധരിച്ചു വച്ചിരുന്നത്. ഈ ഒരു പരമശിവവിലാസം എന്നുള്ള പേര് ഞാൻ ആദ്യമായി കേൾക്കുന്നത് എൻ്റെ അച്ഛനിലൂടെയാണ്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് PSV നാട്യസംഘത്തിൻ്റെ 50ാം വാർഷികം. ആ സമയത്ത് മനോരമ സപ്ലിമെൻറ്റിൽ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചു, PSVയുടെ മുഴുവൻ പേരെന്താണെന്ന് അറിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ സാധാരണ പറയുന്ന മാതിരി അന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരൽ ഞങ്ങൾ കുട്ടികളാണ്. അപ്പോൾ മരുന്നിൻ്റെ കുപ്പിയിലൊക്കെ മുകളിൽ PS വാര്യർ എന്നുള്ള പേരുണ്ടായിരിക്കും. PS വാര്യർ എന്ന് പറഞ്ഞ് അന്ന് അച്ഛനാണ് പറഞ്ഞതെന്ന് ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ പരമശിവവിലാസം എന്നുള്ള പേരാണ് എന്നുള്ളത് എൻ്റെ അച്ഛനാണ് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ അന്ന് കേട്ട ആ പേര് പിന്നീട് എനിക്ക് കോട്ടയ്ക്കൽ എത്താനും ഈ ഒരു നാടക കമ്പനിയെക്കുറിച്ച് തന്നെ എനിക്ക് പഠനം നടത്താനും സാധിച്ചു എന്നുള്ളത് ഒരു അപൂർവ അനുഭവമാണ്. എന്തായാലും ഒരു മറുമൊഴി അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു യാത്രയിൽ എനിക്ക് ഒരുപാട് പേരെ സ്മരിക്കാനുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിനെനിക്ക് പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും തന്ന ആര്യവൈദ്യശാലയിലെ എല്ലാ അംഗങ്ങളോടും എനിക്കൊരുപാട് നന്ദിയുണ്ട്. പിന്നെ പബ്ലിക്കേഷനിലെ ജീവനക്കാരാണ്. പബ്ലിക്കേഷനിൽ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വേണ്ട ഈ സാമഗ്രികൾ, കയ്യെഴുത്ത് പ്രതികളൊക്കെ എത്തിച്ചു തന്നതെന്ന് മായണിയേട്ടനാണ്. അദ്ദേഹത്തിനോടുള്ള നന്ദി. അതുപോലെ മ്യൂസിയത്തിലെ ജീവനക്കാർ. പിന്നെ ഏറ്റവും അധികം ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ PK വാര്യർ, പിന്നെ CA വാര്യർ, P രാഘവ വാര്യർ, ഇവരോടൊക്കെ ഒന്നിച്ചുള്ള അഭിമുഖം നടത്തിയത് ഒരു അനുഭവമാണ്. കാരണം നാടകത്തെക്കുറിച്ചുള്ള അവർ ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് PS വാര്യരുടെ നാടകം കണ്ട അനുഭവങ്ങളൊക്കെ പൂർണ്ണമായിട്ടും എന്നോട് പങ്കുവച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ഓർമ്മയുണ്ട്. CA വാര്യർ സാറുമായിട്ട് നടത്തിയൊരു അഭിമുഖമൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളാണ് യാതൊരു മടിയും കൂടാതെയാണ് അവരതൊക്കെ എന്നോട് പങ്കുവെച്ചത്. പിന്നെ പറയാനുള്ളത്, ഒരുപാട് ആളുകൾ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പരിഭവിക്കരുത്. പിന്നെ ഇതിൻ്റെ ടൈപ്പിംഗ് ഒക്കെ തുടക്കം മുതൽക്ക് നിർവഹിച്ച ആര്യവൈദ്യശാല ജീവനക്കാരനായുള്ള TM മധുസൂദനൻ, പിന്നെ ഊർമിള മേലേതിൽ, ഇങ്ങനെ ഇവരൊക്കെ എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ സ്മരിക്കാനുണ്ട്. പിന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ മാസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങിയതായിരുന്നു. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോവിഡ് കാരണം നീട്ടി വെച്ചതാണ്. അന്ന് മുതൽക്ക് ഈ ഒരു
പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുകയും ഇടയ്ക്കിടെ എന്നോട് കോൺടാക്ട് ചെയ്യുകയും ടീച്ചർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പൂർണ്ണമായും വിവരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്ന TS മാധവൻകുട്ടി സാറ്, പിന്നെ ഇതിനെല്ലാം സംഘാടനത്തിന് മുന്നിൽ നിന്ന പബ്ലിക്കേഷൻ ചീഫ് എഡിറ്റർ മുരളി സാറ്, ഇവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരമശിവവിലാസം നാടക കമ്പനി അടയാളപ്പെടുത്താനുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലും കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ അതുപോലെ മലയാള സാഹിത്യ ചരിത്രത്തിൽ നാടകരംഗത്തും എല്ലാം വൈദ്യരത്നം PS വാര്യർ എന്ന മഹാനെ അടയാളപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് ഞാൻ എൻ്റെ പുസ്തകത്തിലൂടെ നിർവഹിച്ചിട്ടുള്ളത്. അത് സമഗ്രമായിട്ടുണ്ട്, ഏറെക്കുറെ സമഗ്രമായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 42ഓളം നാടകങ്ങൾ പരിപൂർണമായി പഠിച്ച് വിശദമായി തന്നെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ സമഗ്രമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വായനക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. നന്ദി മാഡം. ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ട 2 പുസ്തകങ്ങൾ ശ്രീ വിവേക് വിജയൻ്റെ ആസ് മെമ്മറി അൺഫോൾഡ്സ്, ഡോക്ടർ NBGയുടെ കേരളീയ ദൃശ്യവേദിയും PS വാര്യരുടെ സംഗീത നാടകങ്ങളും എന്നീ പുസ്തകങ്ങൾ സദസ്സിനു പിറകിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർ അവിടെ നിന്ന് അവ വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 50ലേറെ വർഷങ്ങളായി വൈദ്യ പണ്ഡിതന്മാർക്ക് വേണ്ടി നടത്തിവരുന്ന അഖിലേന്ത്യാ പ്രബന്ധ മത്സരം, വൈദ്യ വിദ്യാർത്ഥികൾക്കുള്ള പ്രബന്ധ മത്സരം, ആര്യവൈദ്യൻ P. മാധവ വാര്യർ സ്വർണ്ണമുദ്രയ്ക്കു വേണ്ടിയുള്ള വിഷയാവതരണ മത്സരം, ആരോഗ്യ സർവകലാശാലയുടെ പരീക്ഷകൾ, ജീവനക്കാരുടെ കുട്ടികൾ എഴുതിയ സ്കൂൾ പരീക്ഷകൾ, ഇവയിലൊക്കെ ഉന്നത വിജയം നേടിയവർക്കുള്ള പുരസ്കാരങ്ങൾ എന്നിവയാണ് ഇന്നീ വേദിയിൽ വെച്ച് സമ്മാനിക്കുന്നത്. ആ കർമ്മം നിർവഹിക്കുന്നതിനായി മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ അവർകളെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാനായി പുരസ്കാര ജേതാക്കളെയും യഥാക്രമം ക്ഷണിക്കുന്നു. പുരസ്കാര ജേതാക്കൾ കഴിയുന്നതും വേദിക്കു മുൻപിലേക്ക് വന്നു നിൽക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. 53rd ഓൾ ഇന്ത്യ ആയുർവേദിക് essay കോമ്പറ്റീഷൻ 2021. ഫസ്റ്റ് പ്രൈസ് ഡോക്ടർ പ്രതിഭ P. നായർ, നാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മ, ചെറുതുരുത്തി. ഡോക്ടർ പാർവതി G. നായർ, നാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മ, ചെറുതുരുത്തി. ഡോക്ടർ പാർവതി G. നായർ, നാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മ, ചെറുതുരുത്തി. ഡോക്ടർ നജ്മ മോൾ K. അടുത്തത് ആര്യവൈദ്യൻ P. മാധവ വാര്യർ മെമ്മോറിയൽ ഗോൾഡ് മെഡൽ പ്രസൻറ്റേഷൻ കോമ്പറ്റീഷൻ 2021. ഗോൾഡ് മെഡൽ ഡോക്ടർ അശ്വതി YS, അമൃത സ്കൂൾ ഓഫ് ആയുർവേദ, അമൃതപുരി, കൊല്ലം. സെക്കൻഡ് പൊസിഷൻ ഡോക്ടർ മാലവിക G, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്, പുത്തൂർ, കൊല്ലം. Centenary Awards 2020. First rank in final BAMS examination of Kerala University of Health Science, Dr. Leena KT, Vishnu Ayurveda College, Shornur. Dr. Renjini R, Government Ayurveda College, Thiruvananthapuram, second rank.
top scorer from VPSV Ayurveda College, Kottakkal, in final BAMS examination, Dr. Sharanya P. Centenary Awards 2021. First rank in final BAMS examinations of Kerala University of Health Sciences, Dr. Anjali Krishna, Pankajagasturi Ayurveda Medical College, Thiruvananthapuram. Dr. Anakha Babu, Srinarayana Institute of Ayurvedic Studies and Research, Puttur, Kollam, second rank. Top scorer from VPSV Ayurveda College, Kottakkal, in final BAMS examinations, Dr. Srilakshmi CC. Aryavaidyan S. Warrior Memorial Endowment Prize 2021, Dr. Gobika P., the best outgoing graduate student of VPSV Ayurveda College, Kottakkal. Aryavaidyan NVK Warrior Endowment Prize for Essay Competition 2021. First prize, Ms. Srilakshmi S. Bhatt, Vaidyaratnam Ayurveda College, Ullur. Second prize, Ms. Fatimatu Sumana, Government Ayurveda College, Kannur, Pariyaram. Jnanajyoti Award 2021, Best Outgoing Female Graduate Student of VPSV Ayurveda College, Kottakkal, Dr. Gobika P. അടുത്തതായി ആര്യവൈദ്യശാല ജീവനക്കാരുടെ മക്കൾക്കുള്ള വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണമാണ്. ആദ്യത്തേത് AVS ചന്ദ്രാമണി അഞ്ചാരിയ സ്കോളർഷിപ്പ്, മിസ് അനുശ്രീ ജയരാജ്, ഡോക്ടർ ഓഫ് മിസ്റ്റർ ജയരാജൻ PV, ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. മിസ് ശരണ്യ പ്രമോദ്, ഡോക്ടർ ഓഫ് മിസ് ഗിരിജ KP, F&A ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്തത് സർദാർ ജഗ്ജിത് സിംഗ് ഛദ്ദ ആൻഡ് സർദാരിണി മൻമോഹൻ കൗർ ഛദ്ദ എൻഡോമെൻറ്റ് സ്കോളർഷിപ്പ്, മിസ് വാണി കെ, ഡോക്ടർ ഓഫ് ജയരാജൻ PV, QA ഡിപ്പാർട്ട്മെൻറ്റ്. ഭഗവാൻ ദാസ് ആൻഡ് കൃഷ്ണാദേവി എൻഡോമെൻറ്റ്, മിസ് അനുശ്രീ ജയരാജ്, ഡോക്ടർ ഓഫ് മിസ്റ്റർ ജയരാജൻ PV, ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. മിസ് ശരണ്യ പ്രമോദ്, ഡോക്ടർ ഓഫ് മിസ് ഗിരിജ KP, F&A ഡിപ്പാർട്ട്മെൻറ്റ്. Rajarani Memorial Scholarship, Mr. Hariprasad SV, son of Mr. Balakrishnan SV, Temple and Guest House. Miss Shreya S., daughter of Mr. Subramanian K., HO Factory. Miss Purnima R. Warrior, daughter of Deepa R. Warrior, H&RC, Kottakkal. താങ്ക് യു ആൾ. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ആര്യവൈദ്യശാല ജോയിൻറ്റ് ജനറൽ മാനേജർ ശ്രീ P. രാജേന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സദസ്സിലും ചടങ്ങിലുമുള്ള
എല്ലാ മഹത്വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ചടങ്ങ് ധന്യമാക്കാൻ ഇവിടെ എത്തിയ എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. വളരെയധികം തിരക്കുകൾക്കിടയിലും ഈ ചടങ്ങ് സമുചിതമായി ഉദ്ഘാടനം ചെയ്യാൻ സമയം കണ്ടെത്തിയ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാഡത്തിന് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അവർ ശരിക്കും കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പ്രത്യേകിച്ച് കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപകൻ്റെ സംഭാവനകളെ പറ്റിയിട്ടും സാമൂഹ്യ സാംസ്കാരിക ശാസ്ത്രീയ രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ കുറിച്ചും അതേപോലെ തന്നെ ആര്യവൈദ്യശാലയുടെ സംഭാവനകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അതിനും നല്ലൊരു പ്രസംഗത്തിനും ഈ ചടങ്ങ് സമുചിതമായിട്ട് ഉദ്ഘാടനം ചെയ്തതിനും എല്ലാവരുടെയും പേരിൽ അകമഴിഞ്ഞ നന്ദി പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി ഭംഗിയായി നിർവഹിച്ച നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ MLA ശ്രീ അബിദ് ഹുസൈൻ തങ്ങൾ അവർക്ക് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അദ്ദേഹം ഈ ആര്യവൈദ്യശാലയുടെ പ്രവർത്തനങ്ങൾ സാമൂഹ്യമായ ഐക്യം അതേപോലെ മൈത്രി എങ്ങനെ ഊട്ടിയുറപ്പിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ ഊന്നൽ കൊടുത്ത് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ സ്ഥാപക ദിന പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായി നിർവഹിച്ച ശ്രീ പ്രഭാത് കുമാർ അവർക്ക്, സർ, ഇറ്റ് വാസ് എ വെരി ഇൻഫോർമേറ്റീവ് സ്പീച്ച് and actually you described how social milieu can be created for making the business ethical, especially citing the example of Mohammed Yunus with regard to the Bangladesh Grameen Bank. That was a great experience for us, and since we are also trying to imbibe all these ethics and create the social milieu for that, this was a great lesson for us also. Thank you very much, sir. I thank him on the behalf of all who have assembled here. സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ നമ്മുടെ MT-യുമായ PM വാര്യർ സാർ, ഡോക്ടർ PM വാര്യർ സാർ, അദ്ദേഹം ആണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത്. അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ ഈ പരിപാടിയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെ പറ്റി വളരെ വിസ്തരിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഇവിടെ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, അദ്ദേഹം വളരെ നല്ല ഒരു പ്രസംഗമാണ് ഇവിടെ കാഴ്ചവെച്ചത് സ്മാരക പ്രസംഗത്തിനോട് അനുബന്ധിച്ച്. he actually gave a vivid picture of how our planet will be in danger if proper environmental care is not taken. And actually he in his detailed lecture, actually he gave some remedies also, but how far these remedies will be effective, we don't know. Anyway, we hope that by introducing those remedies, the time taken for the destruction of our globe will be prolonged. സ്മാരക അതുപോലെ ഇവിടെ പുസ്തക പ്രകാശനത്തിനായിട്ട് ഇവിടെ എത്തിയ ഡോക്ടർ N. ബിജി, അതുപോലെ ഡോക്ടർ ശ്രീ വിവേക്, ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഔപചാരികതയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അവർ ഈ പുസ്തക പ്രകാശനത്തിന് ഇവിടെ വളരെ വലിയ ഒരു പ്രവർത്തനമാണ് നൽകിയത്. വിവേകിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കാലത്തെ പ്രവർത്തനങ്ങളായിരുന്നു ഈ ആസ് മെമ്മറി അൺഫോൾഡ്സ് എന്നുള്ളത്. വിവേക് പല പ്രാവശ്യം അതിൻ്റെ ഡ്രാഫ്റ്റുകൾ എനിക്ക് ഇമെയിൽ തരികയുണ്ടായി. അത് വായിക്കാനൊക്കെ ഉള്ള അവസരം കിട്ടി. അതേപോലെ ആമുഖ പ്രസംഗം നടത്തിയ നമ്മുടെ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ആമുഖ പ്രസംഗം നടത്തിയ CEO ഡോക്ടർ ഗോപാലപിള്ള സർ, അദ്ദേഹം വളരെ കാര്യമായിട്ട് ഈ the importance of ethics in teaching ethics to the students, എബ്രഹാം ലിങ്കൻ ടീച്ചർക്ക് അയച്ച കത്തിനെ പറ്റിയിട്ടും മറ്റും പറഞ്ഞു. അത് തന്നെ ശരിക്ക് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഈ എത്തിക്സ് എത്രത്തോളം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ വളർന്നു വരുമ്പോൾ വളരെ നല്ല രീതിയിൽ സ്വഭാവ രൂപീകരണത്തിനെ പറ്റി എത്ര ഈ പ്രാധാന്യം നൽകണം എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ ഊന്നൽ നൽകിയിട്ടുണ്ട്.
അതുപോലെ ഡോക്ടർ എൻ ബിജി അവരുടെ പുസ്തകം വളരെ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. പക്ഷേ ആ പുസ്തകം വളരെ വിജ്ഞാനപ്രദമായിട്ട് വൈദ്യരത്നം പി എസ് വാര്യരെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങളെപ്പറ്റിയും നാടക പ്രവർത്തനങ്ങളെപ്പറ്റിയും പറയുന്നു എന്നുള്ളത് തീർച്ചയാണ്. ആ പുസ്തകം തീർച്ചയായിട്ടും അത് വായിക്കാൻ വളരെയധികം വ്യഗ്രതയുണ്ട്. അതേപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്ത ഇത് ധന്യമാക്കിയ ആര്യവൈദ്യശാല കുടുംബാംഗങ്ങൾ, നല്ലവരായ നാട്ടുകാർ, അതുപോലെ ഇതിൻ്റെ ലൈവ് സ്ട്രീം നിർവഹിച്ച, അതേപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് നിർവഹിച്ച, സാങ്കേതിക കാര്യങ്ങൾ നിർവഹിച്ച എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകം ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതേപോലെ ആര്യവൈദ്യശാലയുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും മാധ്യമങ്ങളിൽ ആവിഷ്കരിക്കുന്ന മാധ്യമപ്രവർത്തകർ, അവർ ആര്യവൈദ്യശാലയുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും മാധ്യമങ്ങളിൽ വളരെ നന്നായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ചടങ്ങും വളരെ കാര്യമായിട്ട് അവതരിപ്പിക്കാൻ ഇവർ വളരെ വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ചടങ്ങ് വിജയിപ്പിച്ച, ഇവിടെ കൂടി വിജയിപ്പിച്ച ആര്യവൈദ്യശാല കുടുംബാംഗങ്ങൾ, അവരെ നല്ലവരായ നാട്ടുകാർ, എല്ലാവർക്കും, ആര്യവൈദ്യശാലയുടെ റിട്ടയർഡ് എംപ്ലോയീസ്, സംഘടനാ പ്രവർത്തകർ, അതേപോലെ മാധ്യമപ്രവർത്തകർ, ഇവർക്ക് എല്ലാവർക്കും, അതേപോലെ റിട്ടയർഡ് എംപ്ലോയീസ്, ഇത് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി. ഞാൻ ആരെയും വിട്ടുപോരുന്ന വെച്ചിട്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ചടങ്ങ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. തെറ്റുപറ്റി. ഞാൻ ഓംചേരി സാറിൻ്റെ വളരെ വിദഗ്ധമായിട്ടുള്ള, അതേപോലെ തന്നെ ആര്യവൈദ്യശാലയുടെ അനുഭവങ്ങളെ